ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് രസകരമായ ഒരു സംഭവം ഉണ്ടായി. ബന്ധികളെ പിടിച്ചുകൊണ്ടുപോയി ഇസ്രായേലിയരെ അങ്ങ് ഷേവ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ച ഹമാസിനും തെറ്റുപറ്റി. അതുപോലെ ഹമാസിനെ പിന്നിൽ നിന്ന് തള്ളിവിട്ട് കളി കാണാനിരുന്ന കഴുകന്മാരായ ഇറാനികൾക്കും പണി കിട്ടി. അബ്ദുൽ ലത്തീഫേ, നിന്റെ തന്ത കേട്ടടാ, നിന്റെ തന്തയെ വിളിച്ചാൽ മതി. എന്നെ വിളിക്കണ്ട, വെറുതെ തന്തയും തള്ളയും പറയിപ്പിക്കാതെ എൻ്റെ ലൈവിൽ നിന്ന് ഇറങ്ങി പോടാ. നിന്നെയൊക്കെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോ? വലിഞ്ഞു കയറി വന്നിട്ട് അനാവശ്യങ്ങൾ പറയാൻ ഇറങ്ങിപ്പോടാ. ഒന്നാമത്തെ കാര്യം, ജൂതന്മാരെ പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നങ്ങ് മൂത്രമൊഴിച്ചാൽ ഒലിച്ചു പോകുന്നവരാണ് എന്നിവർ ധരിച്ചു പോയി. ജൂതന്മാരോട് നമ്മുടെ കാക്കാക്കൂട്ടങ്ങൾക്ക് ഈ എന്തുകൊണ്ടാണ് ഈ വെറി വരുന്നത്, വൈരാഗ്യം വരുന്നത്? ജൂതവിരോധം ഇവർക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആകെ മൊത്തത്തില് 50 ലക്ഷം പോലും ഇല്ലാത്ത ജൂതന്മാരോട് എന്തിനാണ് ഇവർക്ക് ഇത്രയും ക്രൂരത? അവസാനിക്കുമോ? അത് ഇല്ല. നമ്മൾ മരണാസന്നമായി കിടക്കുന്ന സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുള്ളത് പറഞ്ഞിട്ട് മരിക്കാൻ നോക്കും. നബി എന്താ പറഞ്ഞേ? അവസാനത്തെ ജൂതനെയും അറേബ്യൻ ഉപദ്വീപിൽ നിന്നില്ലാതാക്കാതെ നിങ്ങൾ വിശ്രമിക്കരുത് എന്ന്. മുമ്പ് ക്രിസ്ത്യൻ ചരിത്രത്തില് ഏതോ ഒരു പാസ്റ്റർ പറഞ്ഞു തന്ന ഒരു കഥയാണ്. ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് 3 മക്കള്. ഇദ്ദേഹത്തിന് ഭയങ്കരമായ സമ്പത്തുണ്ട്. എന്ത് ചെയ്താൽ ഇദ്ദേഹം മക്കൾക്ക് സമ്പത്ത് ഡിവൈഡ് ചെയ്ത് കൊടുക്കത്തില്ല. അപ്പോ അവസാനം അദ്ദേഹം മരിക്കാനായി, മരണാസന്നനായ സമയത്ത് അദ്ദേഹം മനസ്സിലാക്കി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ സമ്പത്ത് ഇവന്മാർക്കുള്ളതാ. ശരിയെന്നാ മൂത്ത മോനോട് പറഞ്ഞു, എൻ്റെ സമ്പത്തൊക്കെ എഴുതിയെടുക്കാനുള്ള പ്രമാണവും മറ്റ് പേപ്പർ വർക്കുകളൊക്കെ നീ അങ്ങ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. ശരി, അച്ഛൻ എഴുതുന്നത് പോലെ ഒരു വിൽപത്രം രണ്ടാമത്തെ മോനോട് പറഞ്ഞു, നീയും എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തരാം. അച്ഛന് വയ്യ, മരണാസന്നനായി കിടക്കുകയല്ലേ, അപ്പം മക്കൾ എഴുതിക്കോ, അച്ഛൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ മോനോട് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ എഴുതാൻ പറഞ്ഞിട്ട് രണ്ടാമത്തെ മോൻ്റെ കൈപ്പടയിൽ രണ്ടാമത്തെ മോനും എഴുതി. മൂന്നാമത്തെ മോനോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ മൂലത്തിൽ ചെറിയ ഒരു കമ്പടിച്ച് കയറ്റി വെക്കണം. അതെന്തിനാണ്? ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. എൻ്റെ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കളെ കൊണ്ടുള്ള ഏറ്റവും വലിയ ആഗ്രഹമാണത് എന്ന് പറഞ്ഞു. ശരി, മക്കൾ അതുപോലെ ചെയ്തു. മരിച്ചു കഴിഞ്ഞു. നോക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. ശരി, ഇത് എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ഈ മക്കൾ 3 പേരും കൂടി പ്ലാൻ ചെയ്തിട്ട് സമ്പത്തിനു വേണ്ടി തന്തയെ ഇല്ലാതാക്കി എന്ന് പോലീസിന്റെ എൻക്വയറി. സുബൈറെ, നിന്റെ തന്തയ്ക്ക് വിളി കേൾപ്പിക്കാതെ ഇറങ്ങിപ്പോടാ. അങ്ങനെ, കാരണം മൂത്ത മകൻ പേപ്പർ വർക്കുകളൊക്കെ തന്തയുടെ സമ്പത്തിന് വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നു. രണ്ടാമത്തെ മോൻ അച്ഛൻ എഴുതുന്നത് പോലെ ഒരു വിൽപത്രവും തയ്യാറാക്കി വെച്ചിരിക്കുന്നു. മൂന്നാമത്തെ മോനാണെങ്കിൽ മൂലത്തിൽ കമ്പടിച്ച് കയറ്റി കൊല്ലുകയും ചെയ്തു. ചില ആളുകൾ അങ്ങനെ ജീവിച്ചിരിക്കുമ്പോഴും ഒരു ഗുണവും ഉണ്ടാകത്തില്ല, എന്നാ മരിച്ചു കഴിഞ്ഞ വല്ല സമാധാനവും ഉണ്ടാകുമോ? മരിച്ചാലും ജനങ്ങൾക്ക് സ്വൈരമില്ല. അപ്പോ ഒന്നാലോചിച്ചാ മതി, പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോ ആർക്കെങ്കിലും സമാധാനം ഉണ്ടായിട്ടുണ്ടോ? കക്ഷിക്കൊരു സമാധാനമുണ്ടോ? പുറത്തിറങ്ങി മൂത്രം ഒഴിക്കാൻ ഭയന്നിട്ട് ബക്കറ്റിൽ മൂത്രമൊഴിച്ച് കട്ടിലിൻ്റെ അടിയിൽ വെച്ചിരുന്ന നബിയെ കുറിച്ചിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ചന്ദനമുട്ടി അടിക്കാനാ പറഞ്ഞത്. ഞാൻ എവിടെയോ വായിച്ച് കേട്ട ഒരു കഥ മാത്രമാണ്, എനിക്ക് വലിയ ഗ്രാഹ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കേട്ട കഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ജീവിച്ചിരിക്കുമ്പോഴും ഗുണമില്ല, മരിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടോ? അത് അതിനേക്കാൾ വലിയ തൊല്ല. മനുഷ്യന് സമാധാനം കൊടുക്കുകയില്ല. പ്രവാചകൻ ജീവിച്ചിരുന്നപ്പോഴും അനുയായികൾക്ക് സമാധാനമില്ല. പറഞ്ഞു തരാം ഞാൻ.
പ്രവാചകന്റെ അനുയായികളിൽ അബൂബക്കർ മാത്രമാണ് സാധാരണ രൂപത്തിൽ ഒരു മരണം പുൽകിയത്. ബാക്കിയെല്ലാം ശത്രുക്കളുടെ കഠാരകളാൽ കൊല ചെയ്യപ്പെടുമായിരുന്നു. ഉമറാണെങ്കിൽ നമസ്കരിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ശത്രുവിന്റെ വാളാൽ കൊല്ലപ്പെട്ടത്. ചങ്കും കരളും ഒക്കെ പുറത്തു വന്നു നോക്കിയാണ് ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. എന്നാൽ ഈ മതത്തിന്റെ പേരെന്താ? സമാധാനം. അതാണ് ആകെ ഒരു സമാധാനം. യാസീൻ പറയാണ് ഇതൊക്കെ കേട്ടിരിക്കുന്നവരുടെ ഗതികേടെന്ന്. അതിനകത്ത് ഏറ്റവും വലിയ ഗതികെട്ടവൻ ഇവനല്ലേ? യാസീനെ, നീയാടാ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോമഡിയും ഗതികെട്ടവനും. കാരണം നീയും ഇത് കേൾക്കുന്നുണ്ടല്ലോ. ഇറങ്ങിപ്പോടാ കേൾക്കണ്ടെങ്കിൽ. വല്ല ഉസ്താദുമാരും നീണ്ട രൂപത്തിൽ വാള് പറയുന്നുണ്ടാകും. അതിനകത്തൊരല്പം എരിയും പുളിവും ഒക്കെ ഉണ്ടാകുമെടാ. അത് കേട്ടിട്ട് പോയി കൃഷി ഇറക്കാൻ നോക്കടാ. അതല്ലേ കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോ രണ്ടുണ്ട് പ്രതിഫലം. ഒന്ന്, ഇത് കേട്ട ഗുണവുമുണ്ട്. രണ്ട്, ഇത് പ്രാവർത്തികമാക്കിയ ഗുണവുമുണ്ട്. എന്തിനാടാ ഗുണം വെറുതെ കളയുന്നേ? നബി മരണാസന്നനായ സമയത്തും ജൂതനിട്ടൊരു താങ്ങ് താങ്ങാൻ മറന്നിട്ടില്ല എന്നതാണ് ആകെ ഒരു സമാധാനം. വെറും 12 വയസ്സുള്ള ഒരു ജൂത പെൺകുട്ടിയെ 4 ദിവസത്തോളം ബലാത്കാരം ചെയ്തു. കുട്ടി 12 വയസ്സുള്ള കുഞ്ഞിന് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ഒടുവിൽ അത് മരിക്കുമെന്ന് കണ്ടപ്പോൾ തലയ്ക്ക് വെടിവെച്ചു കൊന്ന തീവ്രവാദികളായ മുസ്ലിം പട്ടാളക്കാരൻ. നമ്മുടെ കേരളത്തിന്റെ കണ്ണിലുണ്ണിയായ പോരാളികൾ. ആലോചിച്ച് നോക്കിയേ. ഈ വെറിയനെ, ഈ കാമഭ്രാന്തനെ ജൂതന്റെ പട്ടാളം പിടിച്ചു കയ്യോടെ. പിന്നീട് തറയെ കിടന്ന് മോങ്ങുക. ഒരിക്കലും പിടിക്കില്ലെന്ന് കരുതി. ജൂതവിരോധം ഇവരുടെ സിരകളിലൂടെ ഓടുന്ന രക്തത്തോടൊപ്പമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കണം. എന്തിനു വേണ്ടിയാണ് ഇവര് സഹജീവികളോട് ഇത്രയും വലിയ ക്രൂരത ചെയ്യുന്നത്? ഒരു മുഹമ്മദ് പഠിപ്പിച്ചു, ഒരു ഗോത്ര നേതാവ് പഠിപ്പിച്ചു. ഈ മുഹമ്മദിന്റെ ഔദ്യോഗികമായ അപ്പനാരാ? തന്തയാരാ? തന്ത എന്നാരോപിക്കപ്പെടുന്ന അബ്ദുള്ള. ആ മനുഷ്യൻ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ മുഹമ്മദിന്റെ ജനനം നടക്കുന്നത്. ആമിന എന്ന സ്ത്രീ വീണ്ടും 4 പേർക്ക് ജന്മം നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. ഭർത്താവ് മരിച്ചു. ഭർത്താവ് മരിച്ച് 2 വർഷം, രണ്ടിലേറെ വർഷം കഴിഞ്ഞിട്ടാണ്. 2 3 4 ഒക്കെ റിപ്പോർട്ടുകളുണ്ട്. എന്നാ നമ്മുടെ ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ എന്താണ് പറയുന്നത്? ആധികാരികമായ രേഖകളില്ലാത്തത് കൊണ്ട് ആമിന പിന്നീട് പ്രസവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സമർത്ഥിക്കുന്നില്ല. ഒറ്റ മകനാണ് എന്ന് കാക്കാമാര് പറഞ്ഞു നടക്കുന്നു. ഒക്കെ ശരി, സമ്മതിച്ചു. യഥാർത്ഥത്തിൽ മമ്മദണ്ണന്റെ അപ്പനാരാ? ആ ചരിത്രം ഒന്ന് അറിഞ്ഞിട്ട് പോരെ ഇവിടെ കിടന്ന് വിളിച്ചു കൂവുന്നത്. എന്റെ തന്തയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മമ്മദിന് മര്യാദയ്ക്ക് ഒരു അപ്പനെ ഉണ്ടാക്കട. മമ്മദിന്റെ ആദ്യത്തെ ഭാര്യ 40 വയസ്സ് എന്നൊക്കെ ഉള്ളത് ഏതാണ്ട് തീർന്നു കേട്ടാ. മുഹമ്മദ് നബി 25 വയസ്സിൽ കല്യാണം കഴിക്കുന്നത് 40 വയസ്സുള്ള ഖദീജയായിരുന്നു എന്നുള്ള തള്ളിന് ഏതാണ്ട് വിരാമം വന്നിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് 25 വയസ്സും ഖദീജയ്ക്ക് 28 വയസ്സുമാണ്. കാരണം അതിനുശേഷം ഒരു 4ഓളം മക്കളെ പ്രസവിച്ചിട്ടുണ്ട്. പോട്ടെ. അപ്പോ ഈ ഖദീജ, ഇവര് മുഹമ്മദിനെ സ്വയം വരിക്കുകയായിരുന്നു. വെളുപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഒരു ത്യാഗം ഒന്ന് കൂടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവര് വയസ്സൊക്കെ ഒന്ന് കൂട്ടാൻ ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ചാൽ മതി. ഇസ്ലാമിന്റെ മഹത്വം, ഇസ്ലാമിന്റെ അടിത്തറ, പാരമ്പര്യമൊക്കെ നമുക്ക് മനസ്സിലാകും. ഇനി ആയിഷ, മുഹമ്മദ് നബി ഒരു യുദ്ധത്തിൽ പിടിച്ച ജൂത സ്ത്രീയുടെ കൂടാരത്തിൽ, കാരണം ഒരു കിളിന്ത് പെണ്ണിനെ കിട്ടി യുദ്ധം കഴിഞ്ഞ് വന്നപ്പോ അത് കിട്ടിയപ്പോ കൃത്യമായിട്ട് ആയിഷയെ അങ്ങ് മറന്നു. അങ്ങനെ
ആയിഷ വേറൊരു കിളിന്തിൻ്റെ കൂടെ പോയി, ആയിഷ ആണെങ്കിൽ സഫ്വാന്റെ കൂടെയും പോയി. നിങ്ങൾ അടിത്തറയൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരല്ലേ. എന്തുകൊണ്ടാണ് നീയൊക്കെ നാക്കെടുത്താൽ ഇത്തരം കാമക്കളികൾ മാത്രം സംസാരിക്കുന്നത് എന്ന് ഈ മതത്തിന്റെ ബേസ് പറഞ്ഞു തരും. അങ്ങനെയാണ് മുലകുടി വചനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. 16ാമത്തെ വയസ്സിൽ വിധവയായ ആയിഷ പ്രസവിച്ചിട്ടില്ല. മുലകുടി സഹോദരന്മാരെത്ര? ഇതൊക്കെ അറേബ്യൻ നാടുകളിൽ ഇന്നും നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള രീതികളൊക്കെ. ഇതിനൊന്നും പേര് ഞാനായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് പുണ്യവതിയാണ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് മാനവരിൽ മനോഹരനാണ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് മതനേതാവും ഒരു നല്ല സഹചാരിയും ഒരു നല്ല പണ്ഡിതനും ഒരു നല്ല വാപ്പയും ഒരു നല്ല നേതാവും ഒരു നല്ല പ്രവാചകനും ഒരു നല്ല ഭർത്താവും ഒക്കെ നിങ്ങൾക്ക് ആയിക്കോട്ടെ. അതുമായിട്ട് ഇങ്ങോട്ട് ഇളക്കല്ലേ. ഒരുപാട് ചരിത്രമുണ്ട്. ഈ ചരിത്രം ഇസ്ലാമിന്റെ ബേസ് വെച്ച് നോക്കിയിട്ട് നില നമ്പ്യാർ ഒരു പെണ്ണ്, അവര് ചിലപ്പോൾ ആസിയ നവാസ് എന്നായിരിക്കും അവരുടെ പേര്, അവര് തൽക്കാലം ഒരു പേരങ്ങ് സ്വീകരിച്ചു. അവളുടെ തുണി അഴിക്കലിനെ കുറിച്ച്, പെർഫ്യൂം ധരിക്കുന്ന ആളുകളെ കുറിച്ച്, ജീൻസും ഉടുപ്പും ഇടുന്നവരെ കുറിച്ച്, ലിപ്സ്റ്റിക് ഇടുന്നവരെ കുറിച്ച്, പുരികം ഷേപ്പ് ചെയ്യുന്നവരെ കുറിച്ച്, കണ്ണെഴുതുന്നവരെ കുറിച്ച്, പൗഡർ ഇടുന്നവരെ കുറിച്ച് ലേശ ഉളുപ്പൊക്കെ ആകാം കേട്ടാ. നമ്മുടെ മതത്തിന്റെ അടിത്തറ എന്താണ് എന്ന് നോക്കിയിട്ട് മതി. ഇതൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രമാത്രം അരിശം വരുന്നത് എന്ന് കരുതി നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അത് പറഞ്ഞല്ലേ പറ്റൂ. അപ്പൊ എന്തുകൊണ്ടാണ് ഹമാസ് കാക്കാമാർക്കും ഇറാൻ കാക്കാമാർക്കും സിറിയ കാക്കാമാർക്കും ലെബനനിലെ മാമാമാർക്കുമൊക്കെ ജൂതന്മാരോട് ഇത്രയധികം വിരോധം? മനസ്സിലായോ നിങ്ങൾക്ക്? ഇവരുടെ കൾച്ചർ എന്താണെന്നും ഇവരുടെ മതത്തിന്റെ അടിത്തറ എന്താണെന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ തൽക്കാലം നിങ്ങൾ ഒരു കാര്യം ചെയ്, ഈ ചാറ്റ് ബോക്സിലെ കാക്കാമാരുടെ വഷളത്തരങ്ങളൊന്ന് വായിക്കേ. ഒരു നിമിഷം നിങ്ങൾ ആ ചാറ്റ് ബോക്സ് ഒന്ന് നോക്ക്. ഇവനൊന്നും യാതൊരു ഉളുപ്പുമില്ലാതെ എന്ത് തെറി വർത്തമാനങ്ങളും, ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ ഒരു കളി ചോദിക്കലും ഒക്കെ ഏതിൽ നിന്ന് വന്നതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ആലോചിച്ച് നോക്കിയോ വിവരം ഇവരുടെ. നമുക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ലാത്ത ആളുകളുടെ ചാനലിൽ ഞാൻ കയറത്തില്ല, അവരുടെ വീഡിയോകൾ ഞാൻ കാണത്തില്ല, എനിക്കിഷ്ടമല്ല. അവരെന്താ പറയുന്നത് എന്നറിയാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ അതിനെ ഒഴിവാക്കുക. അത്ര പോലും ഒരു ബുദ്ധി ഇവർക്കില്ല, അത്ര പോലും ഒരു ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഇതിനകത്ത് വലിഞ്ഞു കയറി വന്നിട്ട് ഈ അനാവശ്യങ്ങൾ പറയുന്നത്. ഇപ്പോ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, പൊളിറ്റിക്കൽ ഇസ്ലാം മനസ്സിലായോ? ഇസ്ലാമിക രാഷ്ട്രമാണ് ഈ ലോകത്തിന് വേണ്ടത്. എല്ലാ രാഷ്ട്രങ്ങളും ഇസ്ലാമായിരിക്കണം. ഇന്ത്യ എന്ന മതേതര രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാനുള്ള കിണഞ്ഞ പരിശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ലോകത്ത് എല്ലാ അന്യമതസ്ഥരോടും ഇവർക്ക് പകയാണ്. ജൂതന്മാരോട് പക, ഹിന്ദുക്കളോട് പക, ക്രിസ്ത്യാനികളോട് പക, RSSനോട് പക, മതം വിമർശിക്കുന്ന ആളുകളോട് പക, മതം വിട്ടവരോട് പക എന്നാ തീരുന്നേ. അതാ പറഞ്ഞത്, ഒരു കാലത്തും സ്വൈരമില്ലാത്തൊരു വിഭാഗമാണ് ഇവരെന്ന്. 1947 ഇന്ത്യ സ്വതന്ത്രമായി പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ 22% ഹിന്ദുക്കൾ, ബംഗ്ലാദേശിൽ, അതായത് അന്നത് കിഴക്കൻ പാകിസ്ഥാന 28% ഹിന്ദുക്കൾ. ഇവരൊക്കെ ഇന്ന് എവിടെ പോയി? അന്ന് 28% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് 2% മാറി. ബാക്കി 26% ആളുകളെയും ഇവർ കൊന്നൊടുക്കുകയോ നാട് കടത്തുകയോ മതം മാറ്റുകയോ ചെയ്തു. ഇവരുടെ അരിശമാണ്, അന്യമത വിരോധമാണ് അതിന് കാരണം. ഇന്ന് പാകിസ്ഥാനിൽ 2% ഹിന്ദുക്കൾ, 22% ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ 8% ഹിന്ദുക്കൾ.
ബാക്കിയുള്ള ആളുകളെയൊക്കെ ഇവർ കശാപ്പ് ചെയ്തു, മതം മാറ്റി, നാട് കടത്തി. ഇത് ഇന്ത്യയിൽ ഇവർക്ക് പറ്റിയില്ല. ഇന്ത്യയിൽ പയറ്റാൻ ഇവരാവുന്ന ശ്രമിച്ചു. രാഷ്ട്രത്തെ സേവിക്കുന്നവർ, ഈ രാഷ്ട്രം ഇതുപോലെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കാവി ഉടുത്തിറങ്ങി ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ. ഇവർ RSSനോട് പകയില്ലാതിരിക്കുമോ? വിദ്വേഷമില്ലാതിരിക്കുമോ? മധ്യേഷ്യയിൽ എന്താ ഇവര് ചെയ്തത്? സിറിയയിൽ എന്താണ് ഇവര് ചെയ്തത്? ലെബനനിൽ ചെയ്തില്ലേ? ഇറാഖ്, തുർക്കി, ഈജിപ്റ്റ്, ഈ രാജ്യങ്ങളിലൊക്കെ ഭൂരിപക്ഷം ഏത് മത വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്? ഈ രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികളെയൊക്കെ ഇവര് കൊന്നൊടുക്കി, നാടുകടത്തി. കാശ്മീരി പണ്ഡിറ്റുകളെ നാടുകടത്തിയതുപോലെ ഇതുപോലെ ഇവർ ഇസ്രയേലിനെ അങ്ങ് മൂത്രമൊഴിച്ചൊലിപ്പിച്ച് കളയാൻ ശ്രമിച്ചു. ഇസ്രയേലിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കടത്തിവിടാൻ ശ്രമിച്ചപ്പോൾ ഷോക്ക് അടിച്ചതുപോലെ അവർക്ക് അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കേണ്ടി വന്നു. കുറഞ്ഞെണ്ണൊക്കെ കത്തിക്കരിയേണ്ടി വന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പമ്പ കടത്താൻ, അടിച്ചോടിക്കാൻ ജൂതന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ടകളും അവിടെ നടപ്പിലായില്ല, ജൂതന്മാരോട് നടപ്പിലായില്ല. അങ്ങനെ ഒക്ടോബർ 7-ാം തീയതി ഇവര് ക്രിസ്ത്യാനികളുടെ സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റ് അതിലേക്ക് നുഴഞ്ഞു കയറി 1400ഓളം നിരപരാധികളായ ആളുകളെ കൊല്ലുകയും 257 പേരെ പിടിച്ചു ബന്ധികളാക്കുകയും കണ്ണിൽ കണ്ടവരെ ഒക്കെ കൊന്നു. സ്ത്രീകളെ ബലാത്കാരം ചെയ്തു, കുഞ്ഞുങ്ങളെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പൈതലുകളെയൊക്കെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുക്കുന്നത് നമ്മൾ കാണുവാണ്. അത് വീഡിയോ പിടിച്ച് ജനങ്ങളെ കാണിക്കുവാണ് ഇവര് ചെയ്യുന്നത്. സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നു. സ്ത്രീകളോട് പറയുന്നു തുണി അഴിക്ക്, വീഡിയോ പിടിക്കട്ടെ. എന്നിട്ട് അത് വീഡിയോ രൂപത്തിൽ ചിത്രീകരിച്ച് ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇവരുടെയൊക്കെ മനസ്സെന്താ? ഇവരുടെയൊക്കെ മനോഭാവം എന്താ? അമുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുക, ഇതു മാത്രമാണ് ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ഇവർക്കാകെ വേണ്ടത് ഇതു മാത്രമേ ഉള്ളൂ. അങ്ങനെ ബന്ദികളെ പിടിച്ചോണ്ട് പോയി. ഈ ബന്ദികളിൽ കുറച്ചുപേരെ വിട്ടയച്ചു, ബാക്കി ബന്ദികളുണ്ട് അവിടെ. ആ ബന്ദികൾക്ക് ഒരു കാര്യം ഉറപ്പായി, നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല, നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ല. ജോൺസൺ ജോൺ, തെറി പറയുന്നവൻ, മറ്റൊരു ലൈവിൽ വന്നത് തെറ്റാണെന്ന് തെളിവ് സഹിതം പറയൂ. വിളിച്ചോ, ഞാൻ നമ്പർ തരാം. ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് സംസാരിക്കുന്നത് ടെലികാസ്റ്റ് ചെയ്തു തരാം. ഇപ്പൊ തന്നെ നിങ്ങൾ വിളിച്ചോ, ഞാൻ നമ്പർ തരാം. നിങ്ങൾ വിളിച്ചിട്ട് സംസാരിച്ചോ. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്പർ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ പറയണത് തെറ്റാണ് എന്ന് നിങ്ങൾ തെളിയിച്ചോ. ഒരു പ്രീ പ്ലാനിങ്ങും ഇല്ല, ആർക്ക് വേണമെങ്കിലും വിളിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോ ഇത് ടെലികാസ്റ്റ് ചെയ്ത് ഇവര് ജൂത സ്ത്രീകളെ ബലാത്കാരം ചെയ്യുന്നത് ടെലികാസ്റ്റ് ചെയ്ത് ജൂതന്മാർക്ക് ഇട്ടുകൊടുക്കുക. അവര് ക്ഷമിക്കണോ? അങ്ങനെ സ്ത്രീകൾക്ക് ഏതാണ്ട് മനസ്സിലായി, നമ്മൾ ഇനിയും ജീവനോടെ നമ്മുടെ നാട്ടിലെത്തില്ല, ഇവര് നമ്മളെ കൊന്നുകളയും. അതാണ് ജോൺസൺ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. എന്നെ തെറി പറയുന്നവരെയാണ് നിങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. അവർക്കുള്ള മറുപടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വേണമെങ്കിൽ വിളിക്കാം. എൻ്റേത് ഞാൻ പറയണത് തെറ്റാണ് എങ്കിൽ അവർക്ക് തെളിയിക്കാം. അതിന് പറ്റുന്ന എല്ലാ സാഹചര്യങ്ങളും നമുക്കിവിടെയുണ്ട്. അതുകൊണ്ട് തെറ്റാണെങ്കിൽ തെളിയിക്കാം. ഏതെങ്കിലും മൂലക്കിരുന്ന് പ്രസംഗിക്കുന്നു, ആ പബ്ലിക്കിലേക്ക് വരുന്നില്ല എന്നൊന്നും ഇവർക്ക് പറയേണ്ടുന്ന ഒരു ആവശ്യവും വരുന്നില്ല. അതുകൊണ്ട് ഇവർക്ക് തെളിയിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഞാൻ കേട്ടോ. അങ്ങനെ
ഈ ബന്ദികളെ ഇവര് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തു. ബന്ദികൾക്ക് മനസ്സിലായി എന്തായിരുന്നാലും നമ്മളെ ഇവരിനും ജീവനോടെ വിടില്ല. അതുകൊണ്ട് പോകുന്നെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോകരുത്. ജൂതൻ എന്താണെന്നും ജൂതൻ എങ്ങനെയായിരിക്കുമെന്നും ജൂതന്റെ പകയും ജൂതരാഷ്ട്രത്തോടുള്ള കൂറും പ്രതിബദ്ധതയും എന്താണ് എന്ന് ലോകത്തെ അറിയിച്ചിട്ടേ പോകാവൂ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് കുറെ തീവ്രവാദികളായ കാക്കാമാരെ തീർത്തു ബന്ദികള്. എന്നാലോചിച്ച് നോക്കിയേ, ഇറാനില് 8 മുതൽ 9 കോടി വരെ ജനങ്ങൾ, 1 കോടി പോലും ഇല്ലാത്ത ജൂതന്മാർ അവരോട് ഫൈറ്റ് ചെയ്യുക, ഞങ്ങൾ തയ്യാറാണ്, വന്നോളാൻ. നിങ്ങൾക്ക് യുദ്ധം ചെയ്യണോ, നമ്മൾ റെഡിയാണ്, ഒരു പേടിയുമില്ല, യുദ്ധത്തിന് ഭയവുമില്ല, കൊല്ലാനും ഭയമില്ല, കൊല്ലപ്പെടാനും ഭയമില്ല. എവിടെയെങ്കിലും സ്വർഗമോ മാറിടം തുടുത്ത 72 ഹൂറികളോ മദ്യപ്പുഴയോ ഉണ്ട് എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. മരിച്ചാലും ധീരമായി, ജീവിച്ചാലും ധീരമായി, ആ ഒരു ആശയമാണ് ജൂതന്മാർ എടുത്തത്. അപ്പൊ ബന്ദികളെ കൊല്ലുമെന്നറിയാം. അപ്പൊ ബന്ദികൾ വിചാരിച്ചു എന്താണെങ്കിലും നമ്മളെ കൊല്ലും, ഒരു തീവ്രവാദിയെ ഇല്ലാതാക്കിയാൽ അത്രയുമായല്ലോ. ഒരു തീവ്രവാദിയെ എങ്കിലും ഈ ഭൂമുഖത്ത് നിന്ന് മരണത്തിന് മുമ്പ് തുടച്ചു നീക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ശേഷിക്കുന്ന അന്യമതസ്ഥരെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കുമല്ലോ. യൂനീസിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കി 6 ബ്ലൂടൂത്ത് സ്പീക്കർ ഒന്ന് ഓൺ ചെയ്യട്ടെ. ഓക്കെ. മൃതദേഹങ്ങൾ IDF കണ്ടെടുത്തു. 6 ബന്ദികളുടെയും മൃതദേഹ സംസ്കാരം. തെക്കൻ ഗാസയിലെ ഗാൻ യൂനീസിൽ നിന്ന് ഹമാസ് ബന്ദികളാക്കിയ 6 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ IDF കണ്ടെടുത്തു. 6 ബന്ദികളുടെയും മൃതദേഹങ്ങളിൽ വെടിയേറ്റ മുറിവുകളുടെ പാടുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അലക്സ് ഡാൻസിംഗ്, യാഗർ ബുഷ്താഗ്, ചൈംപോരി, യോറം മെക്സ്കർ, നദർ പോപ്പിൾസ്വെൽ, ഔറ മുണ്ട തുടങ്ങിയവരാണ് മരിച്ച ബന്ദികളെന്ന് സ്ഥിരീകരിച്ചു. ബന്ദികളാക്കിയ 6 പേരുടെയും മൃതദേഹങ്ങളിൽ വെടിയുതിർത്തതിന്റെ അടയാളങ്ങളുണ്ട്. അതേസമയം കണ്ടെത്തലുകൾ പ്രാഥമികമാണെന്നും മരണത്തിൽ കൃത്യമായ കാരണങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും IDFും ആരോഗ്യ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കി. ബന്ദികളുടെ മൃതദേഹം ലഭിച്ച സ്ഥലത്ത് നിന്ന് ഭീകരരുടേതെന്ന് കരുതുന്ന 4 മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പ്രാഥമിക അന്വേഷണത്തിൽ ഈ മൃതദേഹങ്ങളിലൊന്നും വെടിയേറ്റതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനായില്ല. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇസ്രായേൽ സൈനികർ മൃതദേഹങ്ങൾ വീണ്ടെടുത്തതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗ്യാൻ യൂനീസിലെ 10 മീറ്റർ താഴെയുള്ള ടണൽ ഷഫ്റ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. തുരങ്കത്തിനുള്ളിൽ സൈനികർക്ക് കാര്യമായ ചെറുത്തുനിൽപ്പ് നേരിടേണ്ടി വന്നില്ല. ഇസ്രായേൽ സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തതോടെ തുരങ്കത്തിന് കാവൽ നിന്ന നിരവധി ഭീകരരെ സൈന്യം വധിച്ചു. ചില ഭീകരർ ഓടി രക്ഷപ്പെട്ടു. മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന തുരങ്കത്തിനുള്ളിൽ നിന്ന് നിരവധി ആയുധങ്ങളും സൈന്യം കണ്ടെത്തിയിട്ടുണ്ട്. തങ്ങളെ ചൂഷണം ചെയ്യാനുള്ള നീക്കത്തിനിടെ ബന്ദികൾ ഭീകരരെ കഴുത്തിനഴിച്ച് കൊലപ്പെടുത്തിയതാണെന്നാണ് കരുതപ്പെടുന്നത്. പിന്നീട് സംഘടിച്ചെത്തിയ ഭീകരർ ബന്ദികളെ കൊലപ്പെടുത്തിയതാകാനാണ് സാധ്യത. തോക്കുധാരികളും പ്രത്യേക പരിശീലനം സിദ്ധിച്ചവരുമായ തീവ്രവാദികളെ നിരായുധരായ ബന്ദികൾ കൊന്നത് ഹമാസ് നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കും. ഒന്ന് ആലോചിച്ചു നോക്കിക്കോ, മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന ബന്ദികൾ ഒക്ടോബർ 7-ാം തീയതി മുതൽ അനുഭവിക്കുന്ന വേദനയാണിത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 11 മാസമായി ഇവരനുഭവിക്കുന്നു വേദനകൾ. ഈ 11 മാസം കൊണ്ട് ഇവരും നേടിയെടുത്ത ധൈര്യമുണ്ടല്ലോ. നിരായുധരാണ്, നിസ്സഹായരാണ്, നിരപരാധികളാണ്, സഹായിക്കാൻ ആരുമില്ല, രക്ഷപ്പെടുമെന്ന് ഉറപ്പുമില്ല, മരണമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പോയാൽ എന്താണെങ്കിലും ശരി, ജീവൻ നഷ്ടപ്പെടും ഉറപ്പ്. ആയുധമില്ല, ആകെയുള്ളത് മനോധൈര്യം മാത്രമാണ്. 4 ബന്ദികൾ മനോധൈര്യം സംഭരിക്കുന്നു. പരിശീലനം നേടിയ, ചോര കണ്ട അറപ്പു തീർന്ന
ആയിരക്കണക്കിന് ആളുകളുടെ ജീവനെടുത്ത മാരകായുധങ്ങളുമായി നിൽക്കുന്ന ഈ ഭീകരന്മാരുടെ കഴുത്തിലേക്ക് ചെന്ന് പിടിച്ച് ഞെക്കിക്കൊല്ലാൻ ജൂതന്മാർക്ക് കഴിഞ്ഞു എന്നതാണ് ഹമാസിനെ ചൊടിപ്പിച്ചതും ഭയപ്പെടുത്തിയതും. ഒന്നാമത്തെ കാര്യം, ഹമാസിന്റെ നേതാക്കളെല്ലാം ഏതാണ്ട് ചത്തുതൊലഞ്ഞ സാഹചര്യമാണ്. ഒരുത്തം വന്ന് കമന്റ് ബോക്സിൽ അങ്ങനെ മെഴുകുന്നുണ്ട്, തമ്മി തല്ലാൻ താല്പര്യമില്ല, ഇത് കേരളമാണെന്ന്. ഇവനെ ആരെങ്കിലും അട്ടിച്ചിട്ട് പറഞ്ഞു പോയി തമ്മി തല്ലടാന്ന്? ഇറങ്ങിപ്പോടാ, നിന്നെ ആരാടാ അവിടെ വിളിച്ചത്? നിന്നോട് ആരെങ്കിലും പറഞ്ഞോടാ തമ്മി തല്ലാൻ? ഉള്ള കാര്യം പറയുമ്പോ എന്തിനാടാ നിനക്കൊക്കെ ഒരു ഇളക്കം? ഇനിയും ഈ കമന്റ് ഇവിടെ ഇടരുത്. ഫൈനൽ വാണിംഗ് ആണെന്ന് തന്നെ കൂട്ടിക്കോ. ഓക്കെ, അവനെ പറഞ്ഞുവിടാനുള്ള സമയമായി. എത്ര തവണയാണ് ഒരേ കമന്റ് തന്നെ ഇടുന്നത്? ബുദ്ധിമുട്ടിപ്പിക്കുക, സംസാരത്തിൽ നിന്നും വിഷയത്തിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കുക. ഇട്ടാ നീ എന്തെയും ബ്ലോക്ക് ചെയ്ത് പറഞ്ഞുവിടും. അല്ലാതെ നിന്നെയൊക്കെ പോലെ കഴുത്ത് വെട്ടാണെന്ന് ഞാനില്ലടാ. ബ്ലോക്ക് ചെയ്യും. ഇനി എന്റെ ചാനലിൽ നിനക്ക് കമന്റ് ഇടാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. നിന്നെയൊക്കെ പോലെ ഭീഷണിപ്പെടുത്താനും കൈവെട്ടാനും കാല് വെട്ടാനും വീട് വളയാനും അതിനൊന്നും ഞാനില്ല. ശരി, തൽക്കാലം അവൻ പോയി വീട്ടിലിരിക്കട്ടെ. ഓക്കെ, അപ്പോ അവര് ഹമാസ് ആകെ ഞെട്ടിയിരിക്കുന്നത് ഒരുപാട് ഹമാസ് നേതാക്കളുടെ തല മൊസാദ് കത്തിച്ചു കളഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും വലിയ ഉന്നത നേതാക്കന്മാരായ ആളുകളെ നിരായുധരായ ബന്ദികൾ കൊല്ലുന്നത്. അവരന്തം വിടാതിരിക്കുവോ? അതേസമയം സമാധാന കരാറിൽ എത്താതെ തുടരുന്ന ഓരോ നിമിഷവും ബന്ദികളുടെ ജീവൻ അപകടത്തിലാണ് എന്ന ആശങ്ക പരന്നിട്ടുണ്ട്. മറുവശത്ത് ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും കനത്ത തിരിച്ചടികൾ സമ്മാനിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് തലവൻ ഖലീൽ അൽ മക്ത ഇസ്രായേൽ കൊല്ലപ്പെട്ടിരുന്നു. ലെബനിലെ സിഡോൺ മേഖലയിൽ ഇസ്രായേൽ വ്യോമേന നടത്തിയ ആക്രമണത്തിലാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് IDF വൃത്തങ്ങൾ അറിയിച്ചു. സിഡോണിൽ വെച്ച് ഖലീൽ അൽ മക്ത സഞ്ചരിച്ചിരുന്ന കാറിന് നേരെയുണ്ടായിരുന്ന ആക്രമണത്തിൽ ഇയാൾ കൊല്ലപ്പെട്ടതായി ലെബനീസ് സുരക്ഷാ വൃത്തങ്ങളും സ്ഥിരീകരിച്ചു. IRGCയുടെ മുതിർന്ന നേതാക്കന്മാരാണ് ലെബനൻ സ്വദേശിയായ മൗനീർ അൽ മുക്തയുടെ സഹോദരൻ ഖലീൽ അൽ മുക്തയും. ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഹമാസ് ഭീകരാക്രമണത്തിൽ മൗനീർ അൽ മക്തയ്ക്കും ഖലീൽ അൽ മക്തയ്ക്കും പങ്കുള്ളതായി നേരത്തെ തെളിഞ്ഞിരുന്നു. വെസ്റ്റ് ബാങ്ക് ആക്രമണത്തിനായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ഫണ്ടുകൾ ആയുധങ്ങളും കൈമാറുന്നതിലും ഇവർ ഏർപ്പെട്ടിരുന്നു. IRGC അംഗങ്ങൾ 2022 ഒക്ടോബർ 17 ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലെ അറസ് ഏരിയയിൽ നടന്ന സൈനിക ആക്രമണത്തിൽ പങ്കെടുക്കുന്നതിന്റെ ചിത്രങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടു. 2024 മാർച്ചിൽ വെസ്റ്റ് ബാങ്കിലേക്ക് നടത്തിയ ആയുധങ്ങൾ തീവ്രവാദ സ്ക്വാഡുകൾക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും സൈന്യം വ്യക്തമാക്കി. IRGCയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ യൂണിറ്റ് 4000-ലെ സ്പെഷ്യൽ ഓപ്പറേഷൻ വിഭാഗം തലവൻ ജവാദ് ജാഫരി, ഇറാനിയൻ ഫോഴ്സിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ യൂണിറ്റ് 840 കമാൻഡർ അഷ്കർ ബക്കാരി എന്നിവർക്കും ആക്രമണത്തിൽ പങ്കുള്ളതായി IDF കണ്ടെത്തിയിരുന്നു. അതായത് ഇവരേതൊക്കെ രൂപത്തിൽ ജൂതന്മാരെ ഇല്ലായ്മ ചെയ്യണോ ആ രൂപമൊക്കെ ആ രീതിയൊക്കെ ഇവര് പയറ്റി നോക്കി. പക്ഷെ എന്ത് ചെയ്യാൻ, ജൂതൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ ഹമാസ് ഭീകരർക്കെതിരെ ആഞ്ഞടിക്കുന്നു. എന്ത് ചെയ്യും? അപ്പോഴാണ് ജൂതന്മാർ നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരല്ലെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത്. ജൂതന്മാരെ അങ്ങോട്ടടിക്കാൻ പോകുന്ന ആളുകളൊക്കെ തീർന്നുകൊണ്ടിരിക്കുവാണെന്ന് മനസ്സിലായി. ഇവിടെ അന്യമത വിരോധം
മാത്രമുള്ള ലക്ഷണമൊത്ത വർഗീയ ഗ്രന്ഥമാണ് പഠിപ്പിക്കുന്നത്. ഈ മതം സമാധാനത്തിന്റെ മതമാണെന്ന് ഇവരാരും എന്നോട് പറഞ്ഞു വരില്ല. കാരണം 3 മിനിറ്റ് കൊണ്ട് ഈ മതത്തിന്റെ സമാധാനം എന്താണ് എന്ന് 3 ഖുർആൻ വാചകങ്ങൾ കൊണ്ട് ഞാൻ തെളിയിച്ചു കൊടുക്കും. കാഫിറുകളെ ഇല്ലായ്മ ചെയ്യാൻ, അമുസ്ലിങ്ങളെ കൊല്ലാൻ, അവരുടെ ചോര കൊണ്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി എഴുതി വെച്ച വർഗീയത നിറഞ്ഞ തീവ്രവാദ പുസ്തകമാണ് ഖുർആൻ എന്ന് തെളിയിക്കാൻ എനിക്ക് ഒരുപാട് സമയം വേണ്ട. ഇസ്ലാമിക പണ്ഡിതൻ എന്നറിയപ്പെടുന്ന സാക്കിർ നായിക്കിന്റെ ഒരു പ്രഭാഷണമുണ്ട്. വളരെ ചെറിയ ഒരു പ്രഭാഷണമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് 9-ാം അധ്യായമായ സൂറത്ത് തൗബയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് കണ്ടിടത്തു വെച്ച് കാഫിറുകളെ പിരടിക്കു വെട്ടിക്കൊല്ലാനാണ്. ആരാ കാഫിറുകള്? ഹിന്ദുക്കൾ, ക്രൈസ്തവര്, ജൂതന്മാർ, ബഹുദൈവാരാധകർ. ബംഗ്ലാദേശിൽ ആരാ കൊല്ലപ്പെടുന്നത്? ആരാ കൊല്ലുന്നത്? कि जहां भी आप काफिरों को पाओ वहां उनका कत्ल करो। और जब आप कुरान मजीद खोलेंगे और देखेंगे सूरह तौबा सूरा नंबर 9 आयत नंबर 5, उसमें बराबर यही लिखा है कि जहां भी आप काफिरों को पाओ वहां उनका कत्ल, कि जहां भी आप काफिरों को पाओ वहां उनका कत्ल करो। और जब आप कुरान मजीद खोलेंगे, ഖുർആനാണ് ഇവരുടെ പ്രമാണം. ആ ഖുർആൻ പഠിപ്പിക്കുന്നത് അമുസ്ലിങ്ങളായ കാഫിറുകളെ, ബഹുദൈവാരാധകരെ കണ്ടിടത്തു വെച്ച് കൊല്ലണമെന്നാണ്. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിൽ ഈ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നത് കണ്ടിട്ട് മീഡിയയിൽ വന്ന്, സോഷ്യൽ മീഡിയയിലാണെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങളിലായിരുന്നാലും ശരി, കമന്റ് ബോക്സിൽ വന്ന് സന്തോഷത്തോടുകൂടി സ്നേഹം പങ്കിടുന്ന, വിജയം പങ്കിടുന്ന, ഇമോജിയിട്ട് ആഹ്ലാദിക്കുന്ന തീവ്രവാദികളെ നിങ്ങൾക്കറിയാമോ? ഒന്ന് നോക്കി വെച്ചോ. പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ആശയം പ്രാവർത്തികമാക്കിയതിന്റെ ചാരിതാർത്ഥ്യമാണ് അവർക്ക്. ലോകത്ത് അൽ ഹിന്ദ്, അതായത് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു പുസ്തകം ഇന്ന് സമാധാന പുസ്തകമാണ് എന്ന് ഈ പുസ്തകം കണ്ട, വായിച്ച, പഠിപ്പിച്ച എന്നോട് പറഞ്ഞു വരില്ല. ഗസ്വായി ഹിന്ദ് എന്താണ് പഠിപ്പിച്ചത്? ഇന്ത്യയോട് യുദ്ധം ചെയ്ത് കാഫിറുകളെ കൊന്നൊടുക്കിയാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമോ? ഈ പുസ്തകത്തെയാണോ സമാധാനത്തിന്റെ മാടപ്രാവുകളുടെ സന്ദേശമാക്കി നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നത്? മാനവമോചനത്തിന് അല്ലാഹു നൽകിയ സന്ദേശമാണെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നത്? ഇത് വായിച്ച് ഇതിന്റെ അർത്ഥമറിയാത്ത ആളുകൾ ന്യായീകരിക്കാൻ വരല്ലേ. തൽക്കാലം 2-3 തവണ തന്തയ്ക്ക് വിളിച്ചിട്ട് പോയിക്കോ. 2-3 തവണ ലൈംഗിക ചുവയോടുകൂടി ലൈംഗിക അവയവങ്ങളുടെ പേര് പറഞ്ഞിട്ടുള്ള ചീത്തയൊക്കെ വിളിച്ചിട്ടേ, ആ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ടേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല് എടാ. ഒരുപാട് ഖുർആൻ പരിഭാഷകൾ ഉണ്ടായിരിക്കെ ഒരിക്കലെങ്കിലും സ്വന്തം ഭാഷയിൽ ഈ ഗ്രന്ഥത്തിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ നീയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നിനക്കൊക്കെ പറ്റിയിട്ടുണ്ടോ എന്താണ് ഈ പുസ്തകത്തിലുള്ളത് എന്നൊന്ന് മനസ്സിലാക്കാൻ? എന്നിട്ട് അവസാനം ഉള്ള കാര്യം പറയുമ്പോൾ നിനക്കൊക്കെ വല്ലാതെ തുള്ളുന്നല്ലേ. ഇപ്പൊ ദാണ്ട്രാ ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്ന സലഫി നേതാവ് സുന്നികൾ മുഴുവനും കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുന്നികൾ മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമുദായത്തിന്റെ മൊത്ത കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. കാരണം എന്താ? അവരെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ മലർന്ന് കിടന്ന് തുപ്പുന്നത് പോലെയാണ്. സംഘികൾക്ക് നമ്മളെ അടിക്കാനുള്ള വടി വെട്ടിക്കൊടുക്കുന്നത് പോലെയാവില്ലേ? അതുകൊണ്ട് തൽക്കാലം മിണ്ടാതിരിക്കാമെന്ന്. കാഫിറുകളെ,
നമ്മുടെ മൂത്ത കാക്കായെ മയ്യത്താക്കി. നിങ്ങൾ അറിഞ്ഞോ? ഇറാന്റെ അകത്ത് കയറിയിട്ടാ ഇസ്മായിൽ കാക്കായെ, ഇസ്മായിൽ ഹനിയ കാക്കയെ തലയങ്ങ് ചുട്ടെടുത്തു. എന്നിട്ട് പാർസലായിട്ട് ഹമാസിന് അയച്ചു കൊടുത്തു. ഉടൽ ഇറാനും കൊടുത്തു. ജൂതന്മാരോട് കളിച്ചപ്പോഴേ ഓർത്തില്ല 6-ാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ കാഫിറുകളെ കുറിച്ച് പറഞ്ഞത് എന്താണ് എന്ന് പഠിക്കാൻ, പല്ലിയെ എത്രയടിക്ക് കൊല്ലണമെന്ന് പഠിക്കാൻ, മയ്യത്ത് കബറിലിറക്കി വെച്ചിട്ട് ആ മയ്യത്തിനെ തിരിച്ചെടുത്തു ബലാത്കാരം ചെയ്യാൻ ഈ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് പഠിക്കാൻ വേണ്ടിയല്ല ജൂതന്മാർ അവരുടെ എഫേർട്ടും ടൈമും ബുദ്ധിയും ചെലവഴിക്കുന്നത്. ലോകത്തെ എങ്ങനെ പുരോഗമിപ്പിക്കാമെന്ന് നോക്കാനാ, സഹജീവികൾക്ക് എന്ത് നന്മ ചെയ്യാമെന്ന് നോക്കാനാ, രാജ്യത്തിന്റെ പുരോഗതിയെ കുറിച്ച് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും അവർ ശ്രമിക്കുന്നത്. അല്ലാതെ 24 മണിക്കൂറും ഉദ്ധരിച്ചു നിൽക്കുന്ന ലൈംഗികാവയവം കിട്ടുമെന്നും ആ ഫ്രസ്ട്രേഷൻ ഒന്ന് തീർക്കാൻ മാറി മാറി ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് 72 ഹൂറികളെയും അതിലും വിരക്തി തോന്നുമ്പോൾ, മടുപ്പ് തോന്നുമ്പോൾ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് കുറച്ച് പയ്യന്മാരെ ബാലന്മാരെയും നൽകുമെന്ന് കണ്ടത് ജൂതന്മാരല്ല. അതിനു വേണ്ടിയിട്ട് സഹജീവികളുടെ കഴുത്ത് വെട്ടാൻ പഠിച്ചവരല്ല ജൂതന്മാർ. നമ്മുടെ ഹനിയാക്കാക്ക ഇപ്പോ 72 ഹൂറികളുമായി ആർമാദിച്ച് ജീവിക്കുക. ഇവിടെ ആണെങ്കിലോ ലിംഗം ഉദ്ധരിക്കുന്നത് പോയിട്ട് സമാധാനത്തോടു കൂടി ഇരുന്ന് ഒരു കപ്പ് ചായ കുടിക്കാൻ പറ്റുമായിരുന്നോ? കാരണം എപ്പോഴാണ് മൊസാദിന്റെ സാധനം വന്ന് ഇയാളുടെ സാധനം എടുക്കണേന്ന് അറിയില്ല. പേടിച്ച് ഭയന്ന് ഓട്ടി 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 ഒരിക്കലെങ്കിലും സമാധാനത്തോടെ ജീവിച്ചിട്ടുണ്ടോ? ദാ പുതിയ അധികാരി എത്തിയിട്ടുണ്ട്, യഹിയാ സിൻവാർ. എവിടെ? ഖത്തറില്. എവിടെയാ ഭരിക്കേണ്ടത്? പലസ്തീൻ. അധികാരമേറ്റു. ഭയമാണ്. വന്നാൽ വില പറഞ്ഞുറപ്പിച്ച ഹമാസിന്റെ തല ജൂതപ്പടയ്ക്ക് കിട്ടിയേ തീരൂ. അവരത് കൊണ്ടുപോകും. പിന്നെ ഇസ്മായിൽ ഹനിയ കാക്ക 72 ഹൂറികളുമായി ആർമാദിച്ച് സ്വർഗത്തിൽ ജീവിച്ചു തുടങ്ങി. അപ്പൊ മൂത്ത കാക്ക മയ്യത്തായപ്പോൾ ഇളയ കാക്ക നെഞ്ചും വിരിച്ച് കയറി വരണ്ടേ? മൂത്ത കാക്കയുടെ കൂടെ പോകാൻ. വലിയ കാക്ക അവിടെ എത്തിയില്ലേ? അപ്പൊ കുഞ്ഞാക്ക അവിടെ പെട്ടെന്ന് തന്നെ എത്തണ്ടേ? പിന്നെന്തിനാണ് ഇവർ ഒളിച്ചിരിക്കുന്നത്? ഖത്തറിലും തുർക്കിയിലും ഇറാനിലും ഒക്കെ പോയി ഒളിച്ചിരുന്നാല് ജൂതപ്പടയ്ക്ക് പെട്ടെന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പറ്റുമോ? എന്തിനാ പേടിത്തൊണ്ടന്മാരായിട്ട് ഒളിച്ചിരിക്കണം? ആകെ ഇസ്മായിൽ ഹനിയ കാക്കായ്ക്ക് ഒരൊറ്റ പരാതിയേ ഉള്ളൂ, കമിഴ്ന്ന് കിടക്കാൻ പറ്റുന്നില്ല. ഹദീസാണ്. 72 ഹൂറിമാര് ചുറ്റും. ഒരുത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടോ അതൊട്ട് അവസാനിക്കുന്നുമില്ല. ഉദ്ധരിച്ചു കിടക്കുന്ന ലിംഗം കാരണം കമിഴ്ന്ന് കിടക്കാൻ പറ്റത്തില്ല എന്ന പ്രവാചകൻ പഠിപ്പിച്ച ഹദീസ്. സ്വന്തം മാതൃരാജ്യത്തെ ജാതിയും മതവും നോക്കി സഹജീവികളെ അവിശ്വാസികളെന്നും കാഫിറെന്നും നരകത്തിന്റെ വിറകുകൊള്ളി എന്നുമൊക്കെ തുണി പൊക്കി നോക്കി സ്വർഗവും നരകവും വിധി എഴുതുന്ന നിങ്ങളെ ഈ രൂപത്തിൽ എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഈ പഠനം കിട്ടുന്നത് ആ ആലയമാണ് അടച്ചുപൂട്ടേണ്ടത്. ചെറിയ പ്രായം മുതൽ തന്നെ സൂറത്തുൽ ഫാത്തിഹയിൽ പഠിക്കുന്നു, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ. അല്ലാഹുവേ, നീ വഴി പിഴപ്പിച്ചവരുടെ മാർഗത്തിൽ, നീ കോപിക്കപ്പെട്ടവരുടെ മാർഗത്തിൽ അല്ലാ നീ ഞങ്ങളെ ആക്കല്ലേ. അപ്പൊ കുട്ടി ചോദിക്കുവാണ്, പഠിച്ചോനെ ആരാണ് കോപിക്കപ്പെട്ടവര്? ആരാണ് വഴി പിഴപ്പിക്കപ്പെട്ടവര്? അപ്പൊ പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചോൻ പറഞ്ഞതേ ആ മുസ്ലിങ്ങളിലെ കാഫിറുകള് അവരൊക്കെ പോക്കാണ് മക്കളെ. അവരെയൊക്കെ പടച്ചോൻ വഴി പിഴപ്പിച്ചതാ. അല്ല പിന്നെ അവർക്ക് നരകം നൽകുന്നത് കൊണ്ട് എന്താ കാര്യം? അവരെ വഴി പിഴപ്പിച്ചത് പടച്ചോനല്ലേ? ഹമ്മക്ക് ഇതാണോടാ ചോദ്യം? അടുത്ത അടിയാ നമുക്ക്. എങ്ങനെയുണ്ട്? അപ്പോ അവിടെ തന്നെ പഠിപ്പിക്കുന്ന അവിടെ മുതലാണ് സംസ്കരണം തുടങ്ങേണ്ടത്. ശുദ്ധികലശം തുടങ്ങേണ്ടത് മദ്രസ തലം മുതലാണ്. ഒരു മുസ്ലിമാണ് മരിക്കുന്നതെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്. റബ്ബേ, ഞങ്ങൾ പടച്ചവനിലേക്ക് തന്നെ മടക്കപ്പെടുന്നവരാണ്. അല്ലാഹ്. ശരി, ഒരു കാഫിറാണ് മരിക്കുന്നതെങ്കിൽ ഫീനാരി ജഹന്നമ ഖാലിദൂൻ, നരകത്തിൽ അവൻ നിത്യവാസിയായിരിക്കുമെന്ന് പറയാനെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആരെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടല്ലോ, ഫാത്തിമത്ത്
മുസ്ലിം എല്ലാം സ്വർഗത്തിൽ പോകുമോ ടീച്ചറെ? മുസ്ലിങ്ങളോട് ചോദ്യം, അതാണല്ലോ അവരും. ഇപ്പൊ എന്നെ നിങ്ങൾ വെറുക്കാൻ എന്താണ് കാരണം? ഞാൻ നരകത്തിൽ പോകും എന്നുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിനെയും റസൂലിനെ നിഷേധിക്കുന്നത് കൊണ്ട്, വിമർശിക്കുന്നത് കൊണ്ട് എന്റെ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങളുടെ വെറുപ്പ്. എന്നോടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത്, നിങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്നത് എന്റെ ചോദ്യമാണ്. നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അള്ളാഹുവിന്റെ മതത്തെ സംരക്ഷിക്കാൻ അള്ളാഹുവിന് അറിയില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ മതത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ എന്തിനാണെന്ന് എന്നെ ഈ തെറി വിളിക്കുന്നത്? എനിക്ക് സ്വർഗമാണ് കിട്ടുന്നതെങ്കിലും നരകമാണ് കിട്ടുന്നതെങ്കിലും, സ്വർഗം കിട്ടിയാൽ ഞാൻ പറയും പഠിച്ചോട്ടെ, എനിക്ക് വേണ്ട. ഇനി നരകമാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. ഇനി അതല്ല, കുറച്ച് നാൾ ഖുർആനൊക്കെ പഠിപ്പിച്ച് ജനങ്ങളെയൊക്കെ ബോധവൽക്കരണം നടത്തിയതല്ലേ. തറാവി നമസ്കാരത്തിന് ഒരുപാടിടത്ത് ഇമാമ് നിന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ നമസ്കരിച്ചു. ശരി, എന്നാൽ തൽക്കാലം നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. അപ്പൊ ഞാൻ പടച്ചോന്റെ കാല് പിടിക്കും, പടച്ചോനെ തരല്ലേ, എനിക്ക് നീ സ്വർഗം തരല്ലേ പടച്ചോനെ പ്ലീസ്. ഞാൻ പടച്ചോന്റെ കാല് പിടിച്ച് പ്രാർത്ഥിക്കും, എനിക്ക് നരകം മതി അല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇനി എങ്ങാനും പടച്ചോനുണ്ടെങ്കിലോ. ഫാത്തിമത്ത്, ഞാൻ തെറി വിളിച്ചാലെന്നോ? ഫാത്തിമ തെറി വിളിച്ചു, 2 മലക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് എഴുതി വെക്കും, കാഫിറിനെ അല്ലേ വിളിക്കുന്നത്, നിനക്ക് 10 നന്മ കൂടുതൽ തരും. ഒരു കാഫിറിനോടെങ്കിലും നിനക്ക് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പറ്റിയില്ലേ? അതുകൊണ്ട് മലക്കെ ഒരു 10 നന്മ ഫാത്തിമത്തിനങ്ങ് എഴുതിക്കോ. ജാമിദായി 4 തെറി വിളിച്ചില്ലേ, ശരി, അവളുടെ ആ വിശ്വാസത്തോടുള്ള കാഠിന്യവും അടുപ്പവും, മതം വിട്ട ഇസ്ലാമിനെ നിഷേധിക്കുന്നവളോടുള്ള അമർഷവും നീ രേഖപ്പെടുത്തിയില്ലേ? അതുകൊണ്ട് 10 നന്മ എഴുതിയേക്കാൻ. തെറ്റിച്ച് വൈകളെ ആദ്യം മലയാളം എഴുതി പഠിക്കും, അക്ഷരത്തെറ്റില്ലാതെ അതൊന്ന് എഴുതി പഠിക്കുക, എന്നിട്ട് വാ. ചോദിച്ചത് തന്നെ പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മദ്രസകളിൽ നിന്നാണ് ഈ ഭീകരതയും തീവ്രവാദവും ആദ്യമായി ലഭിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴിതാ ദേശീയ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു, മദ്രസകളിൽ നിന്നാണ് തീവ്രവാദം ഉടലെടുക്കുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്ന മദ്രസകളിൽ പഠിപ്പിക്കുന്നത് തീവ്ര മതമൗലികവാദമാണ് എന്ന് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ പ്രിയങ്ക കനൂങ്കോ അഭിപ്രായപ്പെട്ടു. ഇത്തരം സ്ഥാപനങ്ങളിൽ താരിഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ചരിത്രം, ഇതുൾപ്പെടെയുള്ള ചില പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് പ്രകാരം ഇസ്ലാം അല്ലാത്ത വ്യക്തികളെ, അതായത് കാഫിറുകൾ, ആ കാഫിറുകൾ എന്നാണ് അമുസ്ലിങ്ങളെ അവര് പറയുന്നത്, പഠിപ്പിക്കുന്നത്, വിശേഷിപ്പിക്കുന്നത്. ചെറിയ കുട്ടികളിലെ അന്യമത വിരോധം, കൂട്ടുകാരന്റെ പോലും ജാതിയും മതവും നോക്കി അവനെ സ്നേഹിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. ബീഹാറിലാണ്, കേരളത്തിൽ അങ്ങനെയൊന്നും വരില്ല, വിഷമിക്കേണ്ട. നിലവിൽ ബീഹാറിലുള്ള ചില മദ്രസകളെ ഉദ്ദേശിച്ചിട്ടാണ് കനൂങ്കോ പറഞ്ഞതെങ്കിലും രാജ്യം മുഴുവൻ ഏതാണ്ട് ഇതേ അവസ്ഥയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്കറിയാം. നമ്മുടെ കേരളത്തിലെ മദ്രസയിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ? ചെറിയ കുട്ടികളെ കണ്ടില്ലേ, 9 വയസ്സുകാരനെ വിളിച്ച മുദ്രാവാക്യം ഓർമ്മയില്ലേ? അരിയും മലരും കുന്തിരിക്കവും വാങ്ങിച്ച് വീട്ടിൽ കത്ത് വെച്ചോടാ, വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലം മാറും. കുട്ടി സ്വയം പറഞ്ഞതാണെങ്കിലും കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിലും ഇത് തെറ്റാണ് എന്ന് പറയാൻ ഞങ്ങളെ ഉള്ളൂ ഈ സമൂഹത്തിൽ. ഇവര് പറയണം കാഫിർ അല്ലാത്തത് ആരാ സ്വർഗത്തിലേക്ക് പോകുന്നത്? സുന്നികൾ പോകുമോ? ഷിയാക്കൾ പോകുമോ? സലഫികൾ പോകുമോ? അഹമ്മദിയാക്കൾ പോകുമോ? ഖുർആൻ സുന്നത്ത് സൊസൈറ്റിക്കാർ പോകുമോ? ഖുർആനിസ്റ്റുകൾ പോകുമോ? അഹ്ലെ ഹദീസുകാർ പോകുമോ? അഹമ്മദിയാക്കൾ പോകുമോ? തബ്ലീഗുകാർ പോകുമോ? സൂഫികൾ പോകും? ഇത്ര വിഭാഗങ്ങളുണ്ടെന്ന. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലെ ജാതി വ്യവസ്ഥ വളരെ കൂടുതലാണ്. 90% മുസ്ലിങ്ങളും ഏതാണ്ട് പാസ്മാണ്ട, നമ്മുടെ നാട്ടിൽ പറയില്ല ദളിത്, ആ വിഭാഗമാണെന്നും ബാക്കി സവർണ വിഭാഗം എന്ന് നമ്മൾ പറയില്ല, അത് അഷ്റഫി എന്നാണ് ഇസ്ലാമിൽ പറയുക. അഷ്റഫി മുസ്ലിങ്ങൾ, മാപ്പിള, പുസാലൻ, ഒസാൻ, തങ്ങൾ, വട്ടക്കോളി, ലെബ്ബ, നഹാസ്, മരക്കാന്മാർ, കെയ്, കോയ, കുരുക്കൾ, നൈനാര്, പത്താൻ, റാവുത്തർ, കച്ചി മേമൻ, ബൊഹ്റ, പിന്നെ മേൽജാതി, കീഴ്ജാതി, മുന്നോക്ക വിഭാഗം, പിന്നോക്ക വിഭാഗം, എന്നിനും ഒരു കുറവില്ല. പിന്നെ അതിനകത്ത് നിന്നാണ് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ്, EKAP, മുജാഹിദിന്റെ ജിന്നു വിഭാഗം, ഇൻസു വിഭാഗം, സംഘടന ഇല്ലാത്തവരുടെ വിഭാഗം, മങ്കടന, വോളണ്ടിയർ കോർ, തബ്ലീഗ് ജമാഅത്ത്, തൗഹീദ് ജമാഅത്ത്, ഇങ്ങനെ ജമാഅത്ത്
പോപ്പുലർ ഫ്രണ്ട്, SDPI, സിമി, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ജാതി വ്യവസ്ഥയും സംഘടനാ വിഭാഗങ്ങളും ഇസ്ലാമിലുണ്ട്. കടല് പോലെ കിടക്കുകയാണ് ജാതി. എന്നിട്ട് ഇവരാണ് അയ്യോ ഹിന്ദുക്കളിലെ ജാതി വ്യവസ്ഥ, ക്രിസ്ത്യാനികളിലെ സംഘടനാ അവാന്തര വിഭാഗങ്ങള്. മാപ്പിള എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുസ്ലിങ്ങളിൽ വലിയ സമൂഹമാണ്, മതസമൂഹം. ഒരു മാപ്പിള എന്ന് പറഞ്ഞാല് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്ത ഏതെങ്കിലും ഒരു സ്വദേശിയുടെ പിൻഗാമിയാണ്. കൂടുതലും ഇവരെ താഴ്ന്ന ജാതികളിൽ നിന്ന്, അതല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ മധ്യപൂർവേഷ്യയിലെയൊക്കെ ആളുകളാണെന്നൊക്കെയാണ് പൊതുവെ പറയുക. കാട്ടറബികളാണെന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. കാരണം നമ്മൾ മാത്രമാണ് ഏറ്റവും വലുത്. പിന്നെ മുക്കുവ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, അവരെയാണ് പുസാലൻ എന്ന് പറയുക. മുമ്പ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ താഴ്ന്ന ജാതിയിലുള്ള വിഭാഗമായിട്ടാണ് ഇവരെ എണ്ണിയിരുന്നത്. മലബാറിലെ തീരദേശ പ്രദേശങ്ങളിലാണ് ഇവരുള്ളത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പിന്നെ അലക്കുകാരനുണ്ട്, ഒസാമാരുണ്ട്, പിന്നെ കബറു കുഴിക്കുന്നവർ, ഇവരെ എല്ലാവരെയും പ്രത്യേക വിഭാഗമായിട്ടാണ് ഇസ്ലാം എണ്ണുന്നത്. ഒസാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ, ഉസൂന വെട്ടുന്നവൻ, ഷേവ് ചെയ്ത് കൊടുക്കുന്നവൻ. മുസ്ലിങ്ങൾക്കിടയിൽ അമ്പട്ടന്മാരെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും, ബാർബർമാര്. ജാതി ശ്രേണിയിലെ ഏറ്റവും താഴ്ന്ന സ്ഥാനത്താണ് ഈ ഒസാമാരുള്ളത്. പിന്നെ ഒരെണ്ണമുണ്ട് സയ്യിദ്. കേരളത്തിലെ മുസ്ലിങ്ങളിലെ സാമൂഹിക ക്രമത്തില് ഏറ്റവും ഉയർന്ന സ്ഥാനമുള്ള ആളുകൾ, മുഹമ്മദ് നബിയുടെ പിന്മുറക്കാരാണെന്നാണ് ഇവര് പറയുന്നത്. പിന്നെ വട്ടക്കോളി, നാവായത്തുകൾ, ഇതൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ അറബികളാണെന്ന് അവകാശപ്പെടുന്ന പുരാതന മുസ്ലിം സമൂഹമാണ്. ഉത്തര കന്നഡയിലെ ഒരു വിഭാഗത്തിൽ മാത്രമാണ് ഇവരുള്ളത്. അവർ സംസാരിക്കുന്നത് തന്നെ നവയതി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. ഇവര് കേരളത്തിലെ പട്ടണങ്ങളിൽ ഒരു വ്യാപാര സമൂഹമായി കുടിയേറി പാർത്തെന്നും കർണാടകയിലെ അതിർത്തിയിലുള്ള മലബാറിന്റെ വടക്കൻ ഭാഗങ്ങളിലാണ് ഇവരുള്ളതെന്നും ഒക്കെയാണ് പൊതുവെ മനസ്സിലാക്കപ്പെടുന്നത്. ലെബ്ബമാര് അറബികളാണെന്നൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ. ഭാഗികമായിട്ട് ഇവര് തമിഴ് വംശജരാണെന്നും വ്യാപാര സമൂഹത്തിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ വന്നതെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു വിഭാഗമുണ്ട് നഹാസ്, അത് കോഴിക്കോട് തെക്ക് പരപ്പനങ്ങാടിയിലാണ്. അവരുടെ കമ്മ്യൂണിറ്റി പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കപ്പലിന്റെ ക്യാപ്റ്റൻ എന്നർത്ഥമുള്ള നെഖുഡ, ഇതാണ് ഇതിന്റെ പരിഭാഷയായ നെഹ എന്ന വാക്കിൽ നിന്നാണ് നെഹാസ്. പേർഷ്യൻ കപ്പൽ ഉടമകളാണ് ഈ വിഭാഗത്തിന്റെ പൂർവികരെന്നൊക്കെയാണ് പറയുന്നത്. മറ്റൊന്നാണ് കെയി, സമ്പന്നരായ വ്യാപാരികളുടെ കൂട്ടായ്മയാണിത്. ഇത് പൊതുവെ കണ്ണൂര്, തലശ്ശേരി, പരപ്പനങ്ങാടി ഇവിടെയൊക്കെയാണ് ഇവർ താമസമാക്കിയിരുന്നത്. ഇവരുടെ പാരമ്പര്യം ഇറാനിലാണ്. പിന്നാണ് കോയ, നമ്മൾ പറയില്ലേ കോയമാര്, കോഴിക്കോട് നഗരത്തിൽ അതിന്റെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ താമസമാക്കിയ ആളുകളെയാണ് പൊതുവെ പറയും. ഇവര് ഒമാനി വംശജരാണെന്നാണ് പൊതുവെ പറയുന്നത്. ഇനി ഒരു വിഭാഗമുണ്ട് കുരുക്കൾ, അറബ് വംശജരാണെന്നാണ് ഇവർ പറയുന്നത്. ഇവര് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലൊക്കെ ഈ വിഭാഗമുണ്ട്. നൈനാർ, തമിഴ് വംശജരാണ് ഇവര്. കൊച്ചി, മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഇവിടെയൊക്കെയാണ് ഇവരുള്ളത്. പിന്നുണ്ട് ഡക്കിനി, പത്താന്മാരെന്ന് പറയില്ലേ, പത്താൻ. ഇവര് ഒരുപാട് തലവന്മാരുടെ കീഴിൽ സൗത്ത് തിരുവിതാംകൂറിലൊക്കെ കുതിരപ്പടയാളികളായിട്ടൊക്കെ കുടിയേറിയവരാണെന്നാ പറയുക. ഇനി ഒന്നുണ്ട് റാവുത്തർ, തമിഴ് വംശജരായി മുസ്ലിം സമൂഹമാണ് ഇവര്. പാലക്കാട് മേഖലയിലെ കിഴക്കൻ ഭാഗങ്ങളിലൊക്കെയാണ് ഇവര്. തുർക്കി, അതുപോലെ രജപുത്ര വംശജന്മാരായിട്ടുള്ള റാവുത്തർ വിഭാഗമാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരെണ്ണമുണ്ട് കച്ചി മേമൻ, തിരുവനന്തപുരത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവര്. കച്ച് മേഖലയിൽ നിന്നുള്ള, അതായത് ഗുജറാത്തി. പിന്നെ ബോഹ്റാസ്, ബോറാദവൂദി എന്നൊക്കെ പറയില്ലേ, ആ വിഭാഗവും ഇത് തന്നെയാണ്. ഷിയ മുസ്ലിം സമൂഹമാണ് ഇവര്. കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം, കൊച്ചി, ആലപ്പുഴ ഇവിടെയൊക്കെ പട്ടണങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് താമസിക്കുന്നത്. ഇനി ഭാരതത്തിലെ മുഴുവനുള്ള മുസ്ലിങ്ങളുടെ കണക്കെടുത്താൽ ആരാണ് യഥാർത്ഥ വിശ്വാസി? ആരാണ് ശരിക്കും സ്വർഗത്തിൽ പോകുന്നവര്? 308 അവസാനിക്കൂ ഇവരുടെ ജാതി വിഭാഗം. എന്നിട്ട് ഇവര് ഹിന്ദുക്കളെ ജാതി വ്യവസ്ഥ പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചേക്കുക. ഭാരതത്തിൽ മതം മാറ്റപ്പെട്ട ആളുകൾ, മുസ്ലിമായിട്ട് മാറിയവര്, അറബികൾ അംഗീകരിച്ചിട്ടില്ലാത്ത വിഭാഗം. എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ അറബികൾ കാണുന്നതെന്ന് കഴിഞ്ഞൊരിടയ്ക്ക് ഒരു അറബി പറഞ്ഞ പ്രസ്താവന ഓർമ്മയുണ്ടല്ലോ. വരുന്ന മുസ്ലിങ്ങളല്ലെന്നാ പറഞ്ഞ കേരളത്തിലെ മുസ്ലിങ്ങൾ. ഗുജറാത്തിൽ മാത്രം 200-ലധികം ജാതികളുണ്ട് എന്നാ പറയുന്നത്. സയ്യിദന്മാര്, ഷെയ്ഖന്മാര്, തങ്ങന്മാര്, ബേഗ്, ഓസാൻ, ഇവരെല്ലാവരും തർക്കിക്കുന്ന എന്തിനാണെന്നറിയാമോ? ഞങ്ങളാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ.
ഞങ്ങളാണ് സ്വർഗക്കാർ. പ്രവാചകൻ പറഞ്ഞ സ്വർഗത്തിന്റെ ആളുകൾ, പ്രവാചകന്റെ യഥാർത്ഥ അനുയായികൾ ഞങ്ങളാണ്. ഇതിന്റെ പേരിലാണ് ഇവർ തമ്മിൽ തല്ലിച്ചാവുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇവരെല്ലാം ഇവരുടേതാക്കി പലതിനെയും മാറ്റാനുള്ള ശ്രമമാണ്. എറണാകുളത്ത് ഒരുപാട് പഴക്കം ചെന്ന ഒരു ആശുപത്രിയുണ്ട്. മുമ്പ് അത് കത്തോലിക്ക സഭയുടെ ആശുപത്രിയായിരുന്നു. ഇപ്പൊ അത് ആരുടെ കീഴിലാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലിസി എന്ന ആശുപത്രിയുടെ പേര്, ലിസി ഹോസ്പിറ്റൽ, എറണാകുളത്ത്. ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. കേരളത്തില് ഇന്ന് ഒരുപാട് ആശുപത്രികൾ നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് സാധാരണക്കാരനൊക്കെ എന്ത് അസുഖം വന്നാലും ആശ്രയിച്ചിരുന്ന ഒരു ആശുപത്രിയാണ് ഈ ലിസി ആശുപത്രി. അന്ന് മെട്രോ ഒന്നും വന്നിട്ടില്ല. മെട്രോ ഒക്കെ വന്നിട്ട് വളരെ കുറച്ചല്ലേ ആയിട്ടുള്ളൂ. മെട്രോ ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ആശുപത്രി നിൽക്കുന്ന സ്ഥലം അറിയപ്പെടുന്നത് ലിസി ജംഗ്ഷൻ എന്നാണ്. അങ്ങനെയാണല്ലോ, ബേബി മെമ്മോറിയൽ ജംഗ്ഷൻ, മിംസ് ജംഗ്ഷൻ, അങ്ങനെ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവിടെ പോപ്പുലറായിട്ട് നിൽക്കുന്ന ഒരു ആശുപത്രിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒക്കെ പേരിൽ അത് അറിയപ്പെടും. അത് സർവ്വസാധാരണമാണ്. അവിടാണ്, ആ ആശുപത്രിയിലെ മുമ്പിലാണ് ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നത്, ബസ് സ്റ്റോപ്പ്. അവിടെയാണ് ആളുകൾ ബസ് കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തിരുന്നത്. ആ ജംഗ്ഷനിൽ നിന്ന് 5 മിനിറ്റ് നടന്ന ശേഷമാണ് ആശുപത്രിയിൽ എത്തുക. എന്നിട്ടും ആ ജംഗ്ഷൻ ലിസി സ്റ്റോപ്പ്, ലിസി ജംഗ്ഷൻ. സാധാരണക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാകും. വളരെ മിതമായ കൂലിയായിരുന്നു. അങ്ങനെ എല്ലാ ആളുകളും ജാതിയോ മതമോ ഒന്നും നോക്കാതെ, ക്രിസ്ത്യൻ ആശുപത്രിയാണ് അങ്ങനെയൊന്നും നോക്കിയില്ല. അവർക്ക് മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റ് വേണം. അവർക്ക് നല്ല സേവനം ആശുപത്രിയിൽ നിന്ന് ലഭിച്ചു. അന്നൊന്നും ഒരു വർഗീയതയുമില്ല, വിഭാഗീയതയുമില്ല, അന്യമത വിദ്വേഷവുമില്ല. മുസ്ലിം സ്ത്രീകൾ മുസ്ലിം ഡോക്ടറെ തന്നെ കാണിക്കണം എന്നൊന്നും ഒരു മുസ്ലിം പുരോഹിതനും പഠിപ്പിച്ചിട്ടില്ല. അമുസ്ലിങ്ങൾ കാഫിറാണെന്ന് പഠിച്ചിട്ടില്ല. പക്ഷേ ഗൾഫിൽ നിന്നും ഗൾഫ് പണം വന്നു. മലദ്വാറിലൂടെ ഞെക്കിപ്പിഴിഞ്ഞെടുത്തപ്പോൾ എല്ലാ ഹറാമുകളും ഹലാലുകളായി. വളരെ പാവപ്പെട്ടവൻ എന്ന ഒരു ശ്രേണി തന്നെ ഇല്ലാതായി. ഗൾഫ് പണത്തിന്റെ കുത്തൊഴുക്ക് കൂടി. മുസ്ലിം വിഭാഗം മറ്റെല്ലാ സമൂഹത്തിനും മേലെയാണ് എന്ന ഒരു തോന്നലുണ്ടായി. അതുകൊണ്ടാണ് നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരിടം വേണമെന്ന് പറഞ്ഞു കുട്ടികളെ പിൻഭാഗം പൊക്കാൻ ഒരിടം എന്ന് പറഞ്ഞിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കിയില്ലേ? ആ സമയത്ത് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് ചോദിച്ചില്ലേ? ഈ ചിന്താഗതിയാണ്. അങ്ങനെ സമൂഹത്തിൽ പലയിടത്തും ഇന്നത് ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങേയറ്റം വയനാട്ടിലെ ദുരന്ത മുഖത്ത് വരെ നമ്മൾ മതം കണ്ടു. അതുവരെ കടന്നു വരാത്ത മതം പിന്നീട് കടന്നു വന്നു. കാരണം 2 കാലിൽ നിൽക്കാനായല്ലോ. നായ വരെ മുസ്ലിങ്ങളുടെ സാന്നിധ്യം മണ്ണിനടിയിലുണ്ട് എന്ന് കണ്ടെത്തി. മുസ്ലിമാണെന്ന് നോക്കിയിട്ടല്ല, മനുഷ്യ സാന്നിധ്യമാണ് നായ കണ്ടെത്തിയത്. നായക്കെന്ത് മുസ്ലിമും കാഫിറും വിശ്വാസിയും ഒക്കെ. അപ്പൊ അതുവരെ കാഫിറാണ് എന്ന് പഠിപ്പിച്ചിരുന്ന നായ പെണ്ണിന്റെ ജീവൻ സംരക്ഷിച്ചു എന്ന് കണ്ടപ്പോൾ പെണ്ണ് തൊഴുതു നിന്നു നായയ്ക്ക് മുമ്പിൽ. ദിവസങ്ങളോളമായി അനങ്ങാൻ പറ്റാതെ മണ്ണിലും ചെളിയിലും ഉണ്ടുകിടന്ന ആ മനുഷ്യ സാന്നിധ്യം നായ കണ്ടെത്തിയപ്പോൾ അവരുടെ ശരീരം അനങ്ങിയിട്ടില്ലെങ്കിലും തലച്ചോറുണർന്നു. പോട്ടെ. കൊച്ചിയിൽ പിന്നീട് മെട്രോ ഒക്കെ വന്നതിന് ശേഷം അതേ ലിസി ജംഗ്ഷൻ പല ആളുകൾക്കും ഒരു വിഷമമായി. അങ്ങനെ ഇനി അത് ലിസി ജംഗ്ഷൻ എന്നൊന്നും അറിയപ്പെടുന്ന ഒരു ക്രിസ്ത്യൻ നാമമല്ലേ? വെറുപ്പായി മുസ്ലിങ്ങൾക്ക്. നമ്മൾ എന്തിനാണെന്നേ ഒരു ക്രിസ്ത്യാനിയുടെ ഹോസ്പിറ്റലിന്റെ പേരിട്ടിട്ട് നമ്മുടെ ഒരു നാട് അറിയപ്പെടുന്നത്? അവർക്ക് പിന്നീട് ലിസിയെ പറ്റാതായി, പേര് മാറ്റണമെന്ന് പറഞ്ഞ് പരാതി നൽകി. അങ്ങനെ അവരുടെ തന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച്, കേരളത്തിൽ അവർക്കാണല്ലോ സ്വാധീനം, ആ പേര് മാറ്റി ടൗൺ ഹാൾ സ്റ്റേഷൻ എന്നാക്കി. അങ്ങനെ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട അവരുടെ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങൾ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഇതിനെ സംബന്ധിച്ച് എഴുതി നിങ്ങൾ കേട്ടോ? അവർക്കത് വിഷയമല്ല. അവര് പ്രതിഷേധം സംഘടിപ്പിച്ചോ? വിഷയമല്ല. ലിസി ജംഗ്ഷനിന്റെ പേര് മാറ്റരുത് എന്ന് പറഞ്ഞ് അവര് കോടതിയെ സമീപിച്ചോ? പോടാണെന്ന് എന്തറിയപ്പെട്ടപ്പോ നമുക്ക് വിഷയമല്ല. അവര് 3 നേരം മതം കൂട്ടിക്കുഴച്ച് വിഴുങ്ങുക എന്ന ഉദ്ദേശത്തോടു കൂടി ജീവിക്കുന്നവരല്ല. ഇതൊന്നും ആദ്യമല്ല, ഒറ്റപ്പെട്ട സംഭവവുമല്ല. ഇതൊന്നും ആരും കാര്യമായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഗൂഢാലോചനകളുടെ ഫലമായിട്ട് നമ്മുടെ നാട്ടിൽ മതവൽക്കരണത്തിലൂടെ മാറ്റിത്തിരുത്തപ്പെടുന്നുണ്ട്. കേരള ചരിത്രത്തിലെ നവോത്ഥാന നായകൻ എന്ന് നമ്മളൊക്കെ പഠിപ്പിച്ച
നമ്മളൊക്കെ മനസ്സിലാക്കിയ ചാവറയച്ചൻ പാഠപുസ്തകത്തിലുണ്ടോ? ഇപ്പോൾ വാര്യംകുന്നനുണ്ടാവും, ടിപ്പു സുൽത്താനും ഉണ്ടാവും. ഞമ്മൻ്റെ ആളുകളല്ലേ. കേരളത്തില് മൂല്യങ്ങൾ ശോഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇതുപോലെ എല്ലാ മേഖലകളിലും മതവൽക്കരണം വന്നു. ചില ഹോട്ടലുകളുടെയൊക്കെ പേരുകൾ പോലും അറബിയിലാണ് എഴുതിയേക്കുന്നത്. ഞമ്മൻ്റെ മതം വളരണം, ഞമ്മൻ്റെ ആളുകളും വളരണം. ഭൂരിപക്ഷമൊന്നും ആകണ്ട, ഒരു 10-25% ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നമ്മുടെ രാജ്യം സ്ഥാപിക്കും. അരുവിത്തുറയും പാലായുമൊക്കെ കേരളത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ നിൽക്കുന്ന വ്യക്തികളെ നിങ്ങൾക്കറിയാമോ? അതിനുവേണ്ടി പണിയെടുക്കുന്ന സംഘടനകളെ നിങ്ങൾക്കറിയാമോ? പാല ബസ്സിൻ്റെ ബോർഡ്, KSRTC ബസ്സുകളിലൊക്കെ പാല ചെറുതാക്കിയിട്ട് ഈരാറ്റുപേട്ട വലുതാക്കിയ ബോർഡുകൾ നിങ്ങൾ കണ്ടോ? ഞാനിതൊന്നും വലുതാക്കി പറയുന്നതല്ല, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്ന് പറയുക. എല്ലാ ബസ്സുകളിലും സ്ഥാപിച്ചത് ഈരാറ്റുപേട്ട വലുതാക്കി. അരുവിത്തുറ എന്ന സ്ഥലം ബസ്സിൽ എഴുതിയോ? എന്താ എഴുതാത്ത കാരണം? ക്രമേണ 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 എല്ലാ മേഖലകളിലെയും മതവൽക്കരിക്കുക. കേരളത്തിന്റെ മുക്കിലും മൂലയിലും സ്റ്റേജ് കിട്ടി മുസ്ലിം അല്ലാത്ത ആളുകളെ കാഫിർ 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 എന്ന് മൈക്കിലൂടെ വിളിച്ചു കൂവിയിരുന്ന ആളുകൾ ആരാണ്? കേരളം കണ്ടതല്ലേ. ഇന്നിത് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ തെറി പറയുന്നു, നിങ്ങൾ തന്തയ്ക്ക് വിളിക്കുന്നു. രക്ഷയില്ല, പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. എല്ലാ മേഖലയിലും ക്രമേണ ക്രമേണ മതം കടന്നു വരുമ്പോൾ അമുസ്ലിങ്ങളെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അപരവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമായി കണക്കാക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം ഇവിടെ നിലനിൽക്കുമ്പോൾ ആ ഗ്രന്ഥത്തെ പരാമർശിക്കാതെ പോകാൻ പറ്റില്ല. ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ സമരത്തിൽ കലാപത്തിൽ പങ്കെടുത്ത ഒരുപാട് ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ ഉണ്ടായിരുന്നു. ജീവനോടുണ്ടാവുമോ? ബംഗ്ലാദേശില് അവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടാവുമോ? ഷെയ്ഖ് ഹസീനയ്ക്ക് വേണ്ടി ഇറങ്ങിയ ആളുകൾ ഉണ്ടാകുമോ? ഈ മതതീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കമ്മിയെന്നോ കൊങ്ങിയെന്നോ സുഡാപ്പിയെന്നോ ഇതൊന്നും അവരുടെ വിഷയമല്ല. അവരുടെ വിഷയമല്ല. അവരുടെ വിഷയം എന്താണ്? നമ്മുടെ ഷാജിക്കാക്ക പറഞ്ഞതുപോലെ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം. ബംഗ്ലാദേശിലെ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ആക്രമിക്കപ്പെടാൻ കാരണം അവർ RSSകാരായതുകൊണ്ടല്ല, അവർ BJP ആയതുകൊണ്ടല്ല, അവർ സംഘികളോ ക്രിസംഘികളോ ആയതുകൊണ്ടല്ല, അവർ മതം വിട്ടവരോ മുർത്തദ്ദുകളോ യുക്തന്മാരോ ആയതുകൊണ്ടല്ല. ഒറ്റവാക്കിൽ അവർ കാഫിറുകളായതുകൊണ്ടാണ്. ഇത് ഈ മതേതര ഇന്ത്യയിലെ കാഫിറുകളൊന്നും മനസ്സിലാക്കിയാൽ മതി എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വിശ്വാസികളെ അകറ്റി നിർത്തണമെന്നല്ല. നമ്മളൊക്കെ മുന്നോട്ട് പോകുന്ന പരിതാപകരമായ സാഹചര്യത്തെ കുറിച്ചൊന്ന് ബോധനം നടത്തിയതാണ്. രാജ്യത്തെ മദ്രസകളിൽ പാകിസ്ഥാനിൽ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നു. നിങ്ങളത് അറിഞ്ഞോ? പാകിസ്ഥാനിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ സ്വതന്ത്ര ഭാരതത്തിന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇത് കണ്ടെത്തിയത് ദേശീയ ബാലാവകാശ കമ്മീഷനാണ്. സർക്കാരിന്റെ ധനസഹായത്തോടെ ബീഹാറിൽ പ്രവർത്തിക്കുന്ന മദ്രസകളിലാണ് തീവ്ര ചിന്തയുള്ള മതപുസ്തകങ്ങൾ മദ്രസകളിൽ പഠിപ്പിക്കുന്നത്. പാഠ്യപദ്ധതിയിൽ ഇത്തരം പുസ്തകങ്ങൾ ഉൾക്കൊള്ളിക്കുന്നതില് ദേശീയ ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷയായ പ്രിയാങ്ക് കനൂൻഗോ ആശങ്ക പ്രകടിപ്പിച്ചു. മദ്രസകളിൽ പഠിപ്പിക്കുന്ന തഅലീമുൽ ഇസ്ലാം, താരീഖുൽ ഇസ്ലാം ഇത്തരം പുസ്തകങ്ങളിലൊക്കെ ഇസ്ലാമികരമല്ലാത്ത, മുസ്ലിം അല്ലാത്ത, വിശ്വാസികളല്ലാത്ത വ്യക്തികളെ അവിശ്വാസികൾ, കാഫിറുകൾ എന്ന് മുദ്ര കുത്തുന്നു. ഈ മദ്രസകളിൽ ഹിന്ദുക്കളായ വിദ്യാർത്ഥികളെ ചേർക്കുന്നുണ്ട്. ആ സ്കൂളുകളിൽ
അമുസ്ലിങ്ങളായ ധാരാളം കുട്ടികൾ പഠിക്കുന്ന. അപ്പൊ ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ മനസ്സുകളിൽ മതത്തിൻ്റെയും സംഘടനയുടെയും ഒക്കെ പേരിൽ ഇങ്ങനെ വെറുപ്പുകൾ കുത്തിവെക്കുക. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന അമുസ്ലിം കുട്ടികളുടെ എണ്ണത്തെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ഉടൻ തന്നെ ലഭിക്കണമെന്നാണ് ബീഹാർ സർക്കാർ പറഞ്ഞത്. യൂണിസെഫ് ഇന്ത്യയുടെ പങ്കാളിത്തത്തോടെയാണ് പാഠ്യപദ്ധതി തയ്യാറാക്കിയത് എന്ന് ബീഹാറിന്റെ മദ്രസ ബോർഡ് പറയുന്നു. പക്ഷേ കുട്ടികളുടെ സംരക്ഷണത്തിന്റെ പേരിൽ സർക്കാരുകളിൽ നിന്ന് സംഭാവനയായും ഗ്രാൻഡായും ലഭിക്കുന്ന പണം ഉപയോഗിച്ച് തീവ്ര മതചിന്ത പ്രചരിപ്പിക്കുന്ന പാഠ്യപദ്ധതി സൃഷ്ടിക്കുന്നത് യൂണിസെഫിന്റെ ജോലിയല്ല എന്നാണ് പ്രിയാങ്ക് കനുങ്ക് പറഞ്ഞത്. മദ്രസയിലെ ഒരു തരത്തിലും കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിനുള്ള സ്ഥലമല്ല. മതപരമായി മദ്രസകളിൽ കുട്ടികള് നമ്മുടെ നാട്ടിലെ മദ്രസ പോലെയല്ല. അവിടെ ഭാഷകൾ പഠിപ്പിക്കുന്നു, സ്കൂൾ വിഷയങ്ങൾ പഠിപ്പിക്കുന്നു, മറ്റ് അമുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നു. കുട്ടികൾ ഈ സ്ഥാപനത്തിൽ വരുന്നത് പൊതുവിദ്യാഭ്യാസം നേടാനാണ്. അതുകൊണ്ട് ഹിന്ദു കുട്ടികൾ ഇനിയും ഈ മദ്രസയിൽ പഠിക്കരുത് എന്നവര് പറഞ്ഞു. ബാലാവകാശ കമ്മീഷൻ ഉടനെ തന്നെ ഈ മദ്രസ ബോർഡ് പിരിച്ചുവിട്ടു, മദ്രസയെ അടച്ച് പൂട്ടണം എന്നവര് പറഞ്ഞു. ഇങ്ങനെ പറയാൻ ഈ കേരളത്തിൽ എത്ര ഭരണാധികാരികൾക്ക് സാധിക്കും? എത്ര അധികാരികൾക്ക് സാധിക്കും? കേരളത്തിന്റെ ആർഷഭാരത സംസ്കാരത്തെക്കുറിച്ചോ സനാതന ധർമ്മത്തെക്കുറിച്ചോ ബൈബിളിന്റെ ചിന്താഗതിയെക്കുറിച്ചോ ഖുർആനികപരമായ വിദ്വേഷ പരാമർശത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് തൽക്കാലം സംസാരിക്കേണ്ട. മാറ്റിവെച്ചിട്ട് ഇത്തരം പാഠ്യരീതികൾ ശരിയോ എന്ന് മാത്രം പറ. അത് മാത്രം ഒന്ന് പറഞ്ഞു തന്നാൽ മതി. നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം, യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം വാനലോകത്ത് ഏതെങ്കിലും ഒരു സൃഷ്ടാവ് കാത്തിരിക്കുമെന്നും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നോക്കി നമുക്ക് പ്രതിഫലവും ശിക്ഷയും നൽകുമെന്നും നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. ഇസ്ലാമിക ആശയങ്ങളുടെ രീതി അനുസരിച്ച് അമുസ്ലിങ്ങൾ എന്ത് നന്മ ചെയ്താലും, ഗോപാലൻ നായർക്ക് എത്ര ഭൂമിയുണ്ടെങ്കിലും ആർക്കൊക്കെ കൊടുത്താലും അള്ളാഹു സ്വീകരിക്കില്ല. കാരണം സൂന വെട്ടാത്തത് കൊണ്ട്. ഇത് പറഞ്ഞത് മത്തി ഉസ്താദാണ്, നമ്മളാരുമല്ല. അപ്പൊ നരകത്തിൽ ഭയങ്കര ചൂടാകുമെന്നും ആ നരകത്തിന്റെ തീ നിനക്ക് താങ്ങാൻ സാധിക്കാതെ വരുമെന്നും പറഞ്ഞ് കാഫിറിനെ ഭയപ്പെടുത്തുമ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യണം? സൂന വെട്ടിക്കോ. ഇത് പറയേണ്ടി വരുവാണ് വിശ്വാസികൾക്ക്. കാഫിറുകൾ അമുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, അവര് അവര് നരകം അവർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. എങ്ങനെയാണ്? നരകത്തില് എരിയപ്പെടുന്നത് കാഫിറുകളും കല്ലുകളുമാണ് ഇന്ധനങ്ങളാക്കപ്പെടുന്നത്. നരകത്തിൽ അവര് നിത്യവാസികളായിരിക്കുമെന്ന് അവരെന്ത് ചെയ്തിട്ടാ? ആ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിച്ചത് കൊണ്ടാ ആണോ? അപ്പൊ ഇസ്ലാം മതവിശ്വാസികൾ മുഴുവനും കരുതുന്നത് മറ്റവരൊക്കെ നരകത്തിന്റെ വക്താക്കളാണ്, ഞങ്ങൾ മാത്രമാണ് സ്വർഗക്കാർ. മുസ്ലിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു പൊറുക്കും. അപ്പോഴും മുസ്ലിങ്ങൾ ചിന്തിക്കുന്നില്ല, എന്ത് വിവേചനമാണ് എൻ്റെ സൃഷ്ടാവ് കാഫിറുകളോട് കാണിക്കുന്നത്. മനുഷ്യന്മാർക്കിടയിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അതിരുകൾ പ്രഖ്യാപിക്കുകയും അവരോട് അനീതിയും ക്രൂരതയും കാണിക്കുന്ന നിങ്ങളുടെ കാരുണ്യവാനായ സൃഷ്ടാവിനോട് നിങ്ങളൊന്ന് ചോദിക്കുക, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. യഥാർത്ഥ ഇസ്ലാം എന്താണ്? നിങ്ങൾ കാപഠ്യമൊക്കെ ഒന്ന് മാറ്റിവെച്ച് അറിവില്ലായ്മകളും കുത്തിത്തിരിപ്പുകളും വിവരക്കേടുകളും വൈകാരികതകളും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ഒന്ന് ചിന്തിക്കേ. ഞാൻ ഇസ്ലാമിനെ വിമർശിക്കാൻ കാരണം ഞാനാണോ അതോ സൃഷ്ടാവാണോ? എനിക്കോ എന്നെ പോലെയുള്ളവർക്കോ അമുസ്ലിങ്ങൾക്കോ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സ്വർഗം ലഭിക്കുമോ? ഖുർആനും ഹദീസും പറയണത് ലഭിക്കില്ലെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്തിനായിരിക്കും നരകം സൃഷ്ടിച്ചത്? അള്ളാഹു എന്തിനാണ് കാഫിറുകളെ സൃഷ്ടിച്ചത്? എന്തിനാണ് അമുസ്ലിങ്ങളെ സൃഷ്ടിച്ചത്?
നിങ്ങളെയൊക്കെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായിട്ട് ജനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊക്കെ സന്മാർഗം തന്ന അള്ളാഹു വിചാരിച്ചാൽ ഞങ്ങൾക്കും സന്മാർഗം തരാൻ പറ്റില്ലായിരുന്നു? ഈ ലോകത്തിലും നരകം, പരലോകത്തിലും നരകം കാഫിറുകൾക്കല്ലേ. അതുകൊണ്ട് ഈ ലോകം ഞങ്ങൾ അങ്ങ് സ്വർഗമാക്കാൻ തീരുമാനിച്ചു. എന്തേ? ഭരണഘടനയ്ക്കനുസൃതമായിട്ട് ജീവിക്കുക, ആർക്കും ഒരു ദ്രോഹവുമില്ല, അന്തസ്സായിട്ട് ഉള്ളത് കൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കുക, ഖബർ ശിക്ഷയെക്കുറിച്ച് പേടിയില്ല, ഖിയാമത്ത് നാൾ അയ്യോ അള്ളാഹു വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം ഭയമില്ല, പരലോകത്തേക്കുള്ള യാത്ര, വിചാരണ, സ്വർഗം, നരകം, ശിക്ഷ, മലക്കുകൾ വരുന്നു, ഇരുമ്പിന്റെ ദണ്ട് കൊണ്ട് തലയടിച്ച് തകർക്കുന്നു, തന്തൂരിയായിട്ട് എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചടുക്കി വെക്കുന്നു, കുടിക്കാൻ വെള്ളം ചോദിക്കുമ്പോൾ ഗ്ലിസലീൻ എന്ന് പറയുന്ന തിളച്ച മാരകമായ ഒരു ദുർഗന്ധമുള്ള വെള്ളം തരുന്നതൊന്നിനെ കുറിച്ചും പേടിയില്ല. കാരണം ഞങ്ങളെ ഈ രൂപത്തിലാക്കിയത്, ഞങ്ങളുടെ മൈൻഡിനെ ഈ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്തത് അല്ലാഹു അല്ലേ. നിങ്ങളാണ് മറുപടി പറയേണ്ടത്. നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട എന്നെ പോലെയുള്ള ആളുകൾക്ക് പാപമോചനം നൽകാതിരിക്കുന്നതിനു വേണ്ടി അള്ളാഹു നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതല്ലേ. അമുസ്ലിങ്ങൾ നിത്യ നരകത്തിലാണെന്നല്ലേ പറയുന്നത്. അവര് നരകത്തിന്റെ വിറക് കൊള്ളിയല്ലേ, അവർക്ക് പീഡനമല്ലേ. അതിനപ്പുറം നിങ്ങൾ എന്തിനാണ് ഈ പീഡിപ്പിക്കാൻ പോകുന്നത്? അവരുടെ ജീവിതം ദുരിതപൂർണമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുമല്ലേ. കാഫിറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. 9-ാം അധ്യായം സൂറത്ത് തൗബ 84-ാമത്തെ വചനം. പ്രവാചകൻ പോലും പ്രവാചകന്റെ കാഫിറായിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ അവന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ പിറവിയെടുക്കുമ്പോൾ 40 ദിവസമാകുന്ന സമയത്ത് ആ ഗർഭാശയത്തിലേക്ക് അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞു വിടും അത്രേ, മലക്കിനെ പറഞ്ഞു വിടും അത്രേ. പ്രവാചകൻ പഠിപ്പിക്കുന്നതാണ്, സ്വഹീഹായ ഹദീസാണ്, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ മലക്ക് അവന്റെ ബ്രെയിനിൽ, അവന്റെ തലച്ചോറിൽ 4 കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കും. 1, അവൻ എവിടെ മരിക്കും, എപ്പോ മരിക്കും. 2, അവൻ എത്ര കാലം ജീവിക്കാൻ. 3, അവന്റെ ഭക്ഷണം. 4, അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ. ഈ 4 കാര്യങ്ങളും നേരത്തെ എഴുതി വെക്കും. സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ, എത്ര കാലം ജീവിക്കും, എപ്പോ മരിക്കും, അവൻ എന്ത് ഭക്ഷണം കഴിക്കണം, അവൻ എവിടെ മരിക്കും. എല്ലാ കാര്യങ്ങളും അള്ളാഹു അങ്ങ് എഴുതി വെച്ചിരിക്കുക. അള്ളാഹു എഴുതി വെച്ചത് പ്രകാരമല്ലേ ഞാൻ ജീവിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞാനാണോ പ്രതി, അള്ളാഹു ആണോ പ്രതി? സാക്കിർ നായിക്കിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ വെച്ച് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ അള്ളാഹു എഴുതിയതുപോലെ അദ്ദേഹം ജീവിക്കുന്നു. എൻ്റെ ഉമ്മച്ചിയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് എൻ്റെ തലച്ചോറിൽ എഴുതിയതുപോലെ ഞാനും ജീവിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോ ഇതെല്ലാം തള്ളിമറിച്ചത് നമ്മുടെ പടച്ചോനാണ്. ഈ പടച്ചോൻ പറഞ്ഞതിനനുസരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഈ ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ അങ്ങ് വിചാരിച്ചാൽ മതി, തീർന്നു കാര്യം. അള്ളാഹുവിന്റെ വിധിയെക്കുറിച്ചും അള്ളാഹുവിന്റെ തീരുമാനത്തെക്കുറിച്ചുമൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് വേണം തന്തയ്ക്ക് വിളിക്കാൻ. അതല്ലെങ്കിൽ മിണ്ടാതെ നിന്ന് പറയുന്നത് ഉൾക്കൊള്ളാനെങ്കിലും കഴിയണം. ഹദീസ് എന്താണ്, ഖുർആൻ എന്താണ്, അതിനകത്തുള്ളത് തന്നെയാണോ ഞാൻ പറയുന്നത് എന്ന് നോക്കി അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. അല്ലാതെ വന്നിട്ട് അങ്ങനെ ആടി ഇങ്ങനെ ആടി മറ്റവരാടി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് വിവരമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, മദ്രസ ബുദ്ധിയാണെന്നും അറിയാം. അപ്പോൾ ജൂതന്മാരോടുള്ള ഈ വിരോധം ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയതാ. കാഫിറുകളോടുള്ള ഈ സമീപനം ഗ്രന്ഥങ്ങളിൽ നിന്ന് കിട്ടിയതാ. അമുസ്ലിമായ ഒരാളെ എത്രമാത്രം ഹരാസ് ചെയ്താലും അള്ളാഹുവിന് സന്തോഷമാകും. മതം വിട്ട ഒരാളെ, മുർത്തദല്ലേ, മതത്തിൽ നിന്നും പുറത്തു പോയ ഒരാളെ 4 തെറി പറഞ്ഞാൽ
ഓ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പ്രതിഫലം കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഇവന്മാരൊക്കെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ തെറി വിളിക്കുന്നത്. ഇപ്പൊ അപ്പിക്കുപ്പായക്കാരികൾ തെറി വിളിക്കുന്ന സുമയ്യ. സാരമില്ലടി, നിന്റെ വലത് തോളിലും ഇടത് തോളിലും ഒക്കെ ഇരിക്കുന്ന മലക്കേര് 10 നന്മ വീതം നിനക്ക് എഴുതിയിട്ടുണ്ടാകും. ചെല്ലേ, വേഗം ചെല്ല്, വേഗം ചെല്ല്. അപ്പോൾ നമ്മുടെ സമയം ഏതാണ്ട് ഇവിടെ തീർന്നിട്ടുണ്ട്. ഒരു തെറിക്ക് എത്ര ഹൂറികളെ കിട്ടും? എന്തായാലും ഒരു 10 എണ്ണെങ്കിലും കിട്ടും. 10 തെറി വിളിച്ചോ 100 ഹൂറിയെ കിട്ടും. കിട്ടാതിരിക്കില്ല. കാരണം മതം വിട്ട് പുറത്തു പോയതല്ലേ, ഇസ്ലാമിനെ വിമർശിക്കുമല്ലേ. നമ്മുടെ അമർഷം നമ്മുടെ നാവ് കൊണ്ട്, തൂലിക കൊണ്ട്, ഹൃദയം കൊണ്ടെങ്കിലും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വിശ്വാസികളാണ്? അതല്ലേ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരു അനീതി കണ്ടാൽ എതിർക്കണ്ടേ? ഫാത്തിമ, ആദ്യം നീ ഒരു മദ്രസ പൊട്ടത്തിയാണ് എന്നുള്ള രീതി ഒന്ന് മാറ്റിവെക്ക്. എന്നിട്ട് ബുദ്ധി കൊണ്ടൊന്ന് ചിന്തിക്ക്. 2 കമൻ്റാടി ഞാൻ വായിച്ചത്. ആദ്യം വായിച്ചത് നിന്റെ കമന്റ്, അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. രണ്ടാമത് വേറൊരു ഫാത്തിമ വന്നിട്ട് തെറി വിളിച്ചാൽ സ്വർഗം കിട്ടുമോ എന്ന് എഴുതി, അതാ വായിച്ചത്. എന്റെ കമന്റ് തെറ്റായി വായിക്കുന്നത് എന്തിനാണെന്ന്. തെറ്റായി വായിക്കുന്നത് എന്തിനാ? കറക്റ്റായിട്ട് തന്നെ വായിച്ചേ. മുസ്ലിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ചോദ്യം നിങ്ങൾ മുസ്ലിങ്ങളോടാണ് ചോദിക്കേണ്ടത്, എന്നോടല്ല എന്ന്. കാരണം അവർക്ക് അവരുടെ റിസർവേഷൻ ടിക്കറ്റ് സ്വർഗത്തിൻ്റെത് കിട്ടിയിട്ടാണല്ലോ അവർ നരകം കിട്ടുന്ന എന്നെ കുറിച്ച് തെറി വിളിക്കുന്നത്. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഷാൻ, എന്നും ഇസ്ലാം വിമർശനമല്ലാതെ നിന്റെ യുക്തിവാദ ആശയങ്ങൾ ഒന്നും തന്നെ പറയാനില്ലേ? ഇത് തന്നെയാടാ യുക്തിവാദം. നിന്റെ മതം പൊളിഞ്ഞാൽ തന്നെ മനുഷ്യന് ബുദ്ധി വരും. ഫാത്തിമത്ത് മദ്രസയിൽ പോയിട്ടില്ല എന്ന്, അത്രയും ഭാഗം നീ രക്ഷപ്പെട്ടു. പോകാതിരിക്കുന്നത് നല്ലത്. ഫാത്തിമ കുറച്ച് ബുദ്ധിയുള്ള കൂട്ടത്തില. ഓക്കെ, സോറി പറഞ്ഞു. ഓക്കെ, സാരമില്ല. മദ്രസയിൽ പോയിട്ടില്ലെങ്കിൽ അത്രയും സമാധാനം നിനക്ക് കിട്ടും. കലേഷ്, നമസ്കാരം. സിയ മെഹ്ഫിൽ, കുറെ നേരമായി നീ നിന്റെ ചൊറിയുന്ന വർത്താൻമാനം പറഞ്ഞു കേട്ടോ. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കേട്ടോടി. ഓ ഷമീമ, നീ എന്തിനു മുസ്ലിമായിട്ട് ജനിച്ചത്? നിന്റെ തന്ത പറഞ്ഞിട്ട്, നിന്റെ തന്തയോട് ചോദിച്ചിട്ടാണ് എൻ്റെ വാപ്പച്ചി എന്നെ ഉണ്ടാക്കിയത്. എരേ മോനെ, ഐഷ ലവ് യു. ഐഷ എന്നോട് തന്നെയാണോ പറഞ്ഞേ? ഓ, ടീച്ചർ മദ്രസയിൽ പോയി കുണോ? കുണി. ഐഷ ലവ് എന്നോടാണോ? ശരിയാണ്. ഓക്കെ, ലവ് യു ടു ട്ടാ. ഐ ലവ് യു. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം ഏതാണ്ട് തീരാനായി. തീർന്നു. ശുഭരാത്രി, നമസ്കാരം. റഹീമേ, നിന്നെ ഉമ്മ തൂറിയിട്ടതാണോ? അല്ല, നീ എന്നെ അങ്ങനെ ചോദിച്ചത് കൊണ്ട്, എന്നെ അങ്ങനെ വിളിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ. ഉമ്മയുടെ അത് ചോദിക്കണേ. കാരണം നിന്റെ സംസാരം കുറെ നേരമായിട്ട് നോക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെയാണ്. എന്നെ പ്രസവിച്ചതാണ്, അതുകൊണ്ടാണല്ലോ നീ ആ പേരെന്നെ വിളിച്ചത്. ഉമ്മയുടെ അത് ചോദിക്കണം ഇടയ്ക്ക് കേട്ടാ. തീരാനാകുമ്പോൾ എപ്പോഴും ഇവരിങ്ങനെ ചാറ്റ് ബോക്സ് നിറച്ചുകൊണ്ടേയിരിക്കും. എന്തായിരുന്നാലും എനിക്ക് പോകാനായി. ശുഭരാത്രി. കമന്റ് വരിക.